ഹലോ നമസ്കാരം. എല്ലാവർക്കും ഗൗതം റിയാക്ട്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എന്റെ പേര് ഗൗതം. എന്റെ പേര് കനക. അപ്പൊ ഇന്ന് നമ്മുടെ ഡേ 5 ആണ് കേട്ടോ കഴിഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിന്റെ എപ്പിസോഡ് റിവ്യൂ ആയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അപ്പൊ ഇന്ന് മെയിൻ ആയിട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ ജയിലിന്റെ ഉദ്ഘാടനം ഇന്ന് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോ ജയിലിൽ രണ്ടുപേര് പോയി അതിനായിട്ടുള്ള നോമിനേഷനും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്കിന്ന് മെയിൻ ആയിട്ട് സെക്കൻഡ് വീക്കിലേക്കുള്ള നമ്മുടെ ക്യാപ്റ്റനെയും തെരഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് രണ്ടുമാണ് ഇന്ന് മെയിൻ ആയിട്ട് നടന്നത്. അപ്പൊ ഇന്ന് ഡേ 5 തുടങ്ങുന്നത് തന്നെ നമ്മുടെ മധുര കിനാവിൻ ആ പാട്ട് തുടങ്ങിയിട്ടാണ് തുടങ്ങിയിരിക്കുന്നത്. പിന്നെ അതിനുശേഷം എല്ലാവരും നല്ല ഡാൻസ് ഒക്കെ കളിച്ച്, പ്രത്യേകിച്ച് രേണുസുധിയുടെ ഡാൻസ് ഒക്കെ കാണാൻ ഒരു രസം ഉണ്ടായിരുന്നത്. മൊത്തം എല്ലാം ബോൾ ഇട്ടാണൊക്കെ ചാടിയായിരുന്നു ഡാൻസ് കളിക്കുന്നത്. അതിനുശേഷം പിന്നെ കാണുന്നത് രേണുസുധി തന്നെയാണ്. പുള്ളിക്കാരി ഡെയിലി ടാസ്കിലും അതിലൊന്നും പ്രത്യേകിച്ച് ഒരു കണ്ടന്റോ ഒന്നൊന്നും കൊടുക്കുന്നില്ലെങ്കിലും എന്തെങ്കിലും ഒരു വിഷയത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിലോ കണ്ടന്റ് കൊടുക്കുന്നുണ്ട് ഡെയിലി. ഇന്നത്തെ കോണ്ടന്റ് എന്ന് പറയുന്നത് പുള്ളിക്കാരി മിററിൽ നോക്കിയിരുന്ന് കരയാണ്. വീട്ടിലെ ആളുകളെ ഓർത്തിട്ടൊക്കെ തന്നെയാണ് കരയുന്നത്. അതൊരു സീനായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഈ ഒരു പിള്ളേരെ കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് രേണു കരച്ചിലൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് അകത്ത് വന്നിട്ട് നമ്മുടെ രാവിലെയാണ് കേട്ടോ. രാവിലെ തന്നെ നമ്മുടെ അനീഷുമായിട്ട് നല്ല മുട്ടനൊരു വഴക്കാണ് കാണുന്നത്. അതിൽ അനീഷ് പറയുന്നുണ്ട് കിടന്നുറങ്ങുന്നത് കണ്ടുന്ന്. അപ്പൊ രേണു പറയുന്നുണ്ട് താൻ കണ്ടോടോ. അപ്പൊ വീണ്ടും അനീഷ് പറയുന്നുണ്ട് കിടന്നുറങ്ങുന്ന കണ്ടു. ഇത് തന്നെ റിപ്പീറ്റ് ആയിട്ട് പറഞ്ഞോണ്ട് നമുക്ക് എപ്പിസോഡിൽ കാണുമ്പോ അത്ര ഇറിറ്റേഷൻ ആയിട്ട് തോന്നൂല കേട്ടോ. പക്ഷേ ലൈവിൽ കാണുകയാണെങ്കിൽ ഭയങ്കര ഇറിറ്റേഷൻ ആണ് കേട്ടോ. ആളെപ്പോഴും കിടന്നുറങ്ങുന്ന കണ്ടു അവസാനം ഇത് തന്നെ പറഞ്ഞോണ്ടിരിക്കും രേണു തനിക്ക് എന്തോ തിന്റെ സോക്കേടാടോ. അപ്പൊ വീണ്ടും അനീഷ് കിടന്നുറങ്ങുന്ന കണ്ടു. അപ്പോഴത്തേക്ക് രേണു വന്നിട്ട് പട്ടി കുരയ്ക്കുന്ന പോലെ കിടന്ന് അങ്ങ് കുരയ്ക്കുക. കിടന്നുറങ്ങുന്ന കണ്ടു. താനൊന്ന് നിർത്തടോ. ഇല്ല കിടന്നുറങ്ങുന്ന കണ്ടു. ഇതന്നെ പറഞ്ഞോണ്ടിരിക്കുക. അതെ. അപ്പൊ നമ്മുടെ രേണു വീണ്ടും പട്ടി കുരയ്ക്കുന്ന പോലെ കിടന്ന് കുരയ്ക്കും. എന്നാ പട്ടി വരുന്നില്ല. അല്ല പട്ടി കുരയ്ക്കുന്ന പോലെ കുരയ്ക്കുന്നല്ല കേട്ടോ പറഞ്ഞേ. പട്ടി കുറച്ചില്ലല്ലോ പിന്നെന്തിനാ കിടന്നുറങ്ങുന്ന കണ്ടു. അപ്പൊ വീണ്ടും രേണു പട്ടി കുറച്ചില്ലല്ലോ. അപ്പൊ ഉടനെ അനീഷ് വീണ്ടും പട്ടി കുറയ്ക്കാതിരിക്കാനാ വിളിച്ചത്. അപ്പൊ രേണു താൻ പോടോ. അപ്പൊ വീണ്ടും കിടന്നുറങ്ങുന്ന കണ്ടു. അനീഷിന് ഈ ഒരു ഡയലോഗ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോഴത്തേക്ക് നെവിൻ വന്നിട്ട് പറഞ്ഞ് പട്ടി കുറയ്ക്കിച്ചില്ലെങ്കിൽ നിങ്ങൾ കുറെ പേര് ഇരുന്ന് കുറയ്ക്കുന്നുണ്ടല്ലോ എന്ന് നമ്മുടെ നെവിൻ പറയുന്നുണ്ട് കേട്ടോ. ഇതിന്റെ ഇടയ്ക്കൊക്കെ ഷാനവാസ് നല്ല രീതിയിൽ അവിടെ ഇവിടെയും മൂപ്പിക്കാനൊക്കെ ആയിട്ട് സൈഡിൽ കൂടെ ഒക്കെ അതെ. എന്നിട്ട് ഷാനവാസ് വന്നിട്ട് പറയാം നമ്മുടെ രേണു ആരാ, നമ്മുടെ രേണു ഫയറാണ്, അനീഷ് ഫയറാണെന്ന് പറഞ്ഞിട്ട് അനീഷിന്റെ അടുത്ത് പറയുന്നത് കേട്ടോ. അപ്പൊ രേണു പറയുന്നുണ്ട് അല്ല പേര് വിളിക്കുന്നതിനെ പറ്റി പറഞ്ഞായിരുന്നു. അപ്പൊ പേര് പറഞ്ഞാൽ രേണു സുധി എന്ന് പറഞ്ഞു. അപ്പൊ അനീഷ് ഇത് ലൈവിലായിരുന്നു കേട്ടോ. ഇത് എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല. സുധി ആരാന്ന് ചോദിച്ചു. അപ്പോഴത്തേക്ക് രേണു അടിക്കുന്ന രീതിയിൽ ചാടി വീണിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ ഭയങ്കര ബഹളമൊക്കെ ആയിരുന്നു കേട്ടോ. അനു അതിൽ ഇടപെട്ടായിരുന്നു. അനുവും ഇതണക്ക് ഇടപെട്ട് ഈ കാര്യത്തിലൊക്കെ ചോദിച്ചായിരുന്നു. സുധിയുടെ പേര് ഇടയിൽ വരുത്തുന്നതിനൊക്കെ ചോദിച്ചായിരുന്നു. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ രേണു സുധിയുടെ ഒരു വീഡിയോ പുള്ളിക്കാരുടെ യൂട്യൂബ് ചാനലിൽ ഇന്ന് കറങ്ങുന്നുണ്ട്. അത് സോഷ്യൽ മീഡിയയിലൊക്കെ നല്ല ആക്റ്റീവായിട്ട് പോകുന്നുണ്ട്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് വീക്ക് എലിമിനേഷനിലുണ്ട്. അപ്പൊ എന്നെ സപ്പോർട്ട് ചെയ്യണം, എന്നെ ഇഷ്ടപ്പെടുന്നവരും എന്റെ കുടുംബത്തെ ഇഷ്ടപ്പെടുന്നവരും പിള്ളേരെ ഇഷ്ടപ്പെടുന്നവരും സുധിയെ ഇഷ്ടപ്പെടുന്നവരെല്ലാം സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞൊരു വീഡിയോ ഭയങ്കരമായിട്ട് ഓടുന്നുണ്ട്. അത് മിക്കവർക്കും അതങ്ങ് കണ്ടപ്പോ തൊട്ട് അതിശയമാണ്. കാര്യം പുള്ളിക്കാരി ബിഗ് ബോസിനകത്ത് ഇരിക്കുന്നത് വെളിയിൽ വീഡിയോ കിടന്ന് കറങ്ങുക. അതെങ്ങനെ വന്നു എന്നുള്ളതാണ്. പുള്ളിക്കാരി നേരത്തെ ഷെഡ്യൂൾ ചെയ്ത് പോയതായിരിക്കും. വീഡിയോ എടുത്ത് ഏൽപ്പിച്ചിട്ട് പോയതാകാം, അല്ലെങ്കിൽ ഷെഡ്യൂൾ ചെയ്തിട്ട് പോകുകയായിരിക്കാം. എന്തായാലും പുള്ളിക്കാരിക്ക് നല്ല നോളജ് ഉണ്ട്. എലിമിനേഷനിലും വരും. ചിലപ്പോ ഒന്നെങ്കിൽ ഇത് രേണുവിന്റെ അതിബുദ്ധി, അല്ലെങ്കിൽ ചിലപ്പോ രേണുവിന് ഇത് പണിയായി വരാം. കാരണം ക്രെഡിബിലിറ്റിനെയാണ് ഇത് ചോദ്യം ചെയ്യുന്നത്. ബിഗ് ബോസ് റൂളിലുണ്ടോ എന്ന് നമുക്ക് അറിയത്തില്ല. ഒന്നാമത്തെ കാര്യം നമുക്ക് ആർക്കും അറിയത്തില്ല അങ്ങനെ റൂളിൽ ഇങ്ങനെ ചെയ്യാമോ എന്നുള്ളത് അറിയത്തില്ല. അങ്ങനെ റൂളിൽ അതൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, എന്തെങ്കിലും. നമ്മളിപ്പം തമിഴ് ബിഗ് ബോസിന്റെ ഫാൻസ് ആണ് ഞങ്ങള്. ഒരു സീസൺ പോലും മുടങ്ങാതെ കണ്ടിട്ടുള്ളവരാണ്. ഇപ്പം മലയാളം ബിഗ് ബോസ് ആണെങ്കിലും നമ്മുടെ സീസൺ 7ലും ഇതുവരെ ആരും ഇങ്ങനെ ഒരു സംഭവം നമ്മൾ കണ്ടിട്ടില്ല കേട്ടോ. കാരണം പലരുടെയും മാനേജർ വന്നിട്ട് അവരുടെ ഓൺ ചാനലിൽ വന്നിട്ട് ഇങ്ങനെ വോട്ട് ചോദിക്കണം, നമ്മുടെ ഫേവറേറ്റ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ. അല്ല, ചിലർ മാനേജറിനൊക്കെ വെച്ചിട്ട് ഷെഡ്യൂൾ ചെയ്തിട്ട് പോയി ഈ വട്ടം നോമിനേഷനിലുണ്ട് ഇന്ന ആള്, അപ്പം വോട്ട് ചെയ്യണമെന്നൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഡയറക്റ്റ് ഒരു വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ ഒരു റീൽ ആയിട്ട് വരുന്നത് ആദ്യമായിട്ടാണ്. എന്തായാലും അത് റൂളിന് പറ്റത്തില്ലെങ്കിൽ എന്തായാലും ലാലേട്ടൻ വന്നിട്ട് നല്ല കൊട്ടു കൊടുക്കും മിക്കവാറും.
എന്നാലും ശരിയല്ല. കാര്യം എന്ന് പറഞ്ഞാൽ ആ ഷോയുടെ ക്രെഡിബിലിറ്റി ബാധിക്കുന്നുണ്ട്. ഓൾറെഡി ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് ആണെന്നൊക്കെ മിക്കവരും വാദിക്കുന്നവരുണ്ട്. അതിനെ ഒന്നും കൂടി ഊന്നി ഉറപ്പിക്കുന്ന ഒരു രീതിയില്ല ഈ ഇമാതിരി ഈ ചെയ്ത്തൊക്കെ അങ്ങനെ വരത്തുള്ളൂ. അതുകൊണ്ട് റൂൾസ് കാണാൻ വഴിയില്ല. ഓൾറെഡി ഇതിനു മുന്നേയും ഒരു പ്രശ്നം രേണു കാരണം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതായത് രേണു ബിഗ് ബോസിൽ പോയി എന്ന് പറഞ്ഞിട്ട് രേണുവിന്റെ ഒരു ഫ്രണ്ട് ഒരു പോസ്റ്റ് ഇടുകയും പിന്നീട് അതേ തുടർന്ന് അത് ഡിലീറ്റ് ചെയ്തു. അതിനെ തുടർന്ന് രേണു ഒരു വീഡിയോ ആയിട്ട് നമ്മുടെ ബിഗ് ബോസ് തുടങ്ങുന്നതിന് തലേദിവസം വരെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇത് എന്താ സംഭവം എന്ന് അറിയില്ല. നമുക്ക് എന്തായാലും നാളെ ലാലേട്ടൻ വരും. ലാലേട്ടൻ വരുമ്പോ ഇതിനെ കുറിച്ച് എന്താ പറയുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഇതൊക്കെ കഴിച്ച് നമ്മുടെ ഒണിയലും നമ്മുടെ റെന ഫാത്തിമയും കൂടെ കിച്ചണിൽ ഒരു ചെറിയ രീതിയിൽ വഴക്കുണ്ടാവുന്നുണ്ടായിരുന്നു. അപ്പം ഒണിയൽ ചോദിക്കുന്നുണ്ട് കിച്ചണിൽ ഞാൻ തീരുമാനിക്കും ഇവൾക്ക് എന്താ കാര്യം. അതായത് ഒണിയലാണ് കിച്ചണില് ഡ്യൂട്ടി ഏറ്റെടുത്തിരിക്കുന്നത്. അതായത് കിച്ചണിൽ ക്യാപ്റ്റനായിട്ട് ഒണിയലാണ് നിൽക്കുന്നത്. അപ്പോൾ റെന ഫാത്തിമ അവിടെ എന്തോ ക്ലിയർ ആയിട്ട് നമ്മളത് കാണിച്ചില്ല, എന്തോ കുക്കിങ്ങോ എന്തോ ചെയ്യായിരുന്നു. അപ്പോ ആള് എന്തോ പുള്ളിക്കാരിക്ക് വേണ്ടത് കണ്ട് ഇടയ്ക്കേറി ഉണ്ടാക്കി എന്തോ ചെയ്തെന്ന് തോന്നുന്നു. ചോദിക്കുന്നതായിട്ട് നീ ഉണ്ടാക്കിയതല്ലേ എന്നൊക്കെ. അതെ, അപ്പൊ നമ്മുടെ റെന ഫാത്തിമ പറയുന്നത് ചേട്ടൻ ആരാ, അപ്പൊ പറഞ്ഞാൽ തിരിച്ചു ചോദിക്കുന്നത് നീ ആരാ എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചാൽ അതൊരു ക്ലാഷ് ആയിട്ട് പോകുന്നുണ്ട്. ഇതിന്റെ അടിയിൽ പിന്നീട് അങ്ങോട്ട് തുറന്ന് വരുന്നുണ്ട് കേട്ടോ. കാരണം ഒണിയല് ഒക്കെ ഫുഡ് പോലും കഴിക്കാതെ നിന്നിട്ടായിരുന്നു അവിടെ കുക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഈ അവിടെ നിൽക്കുന്നവരൊക്കെ പറയുന്ന റെന വന്ന് ചൊല്ലും, കാരണം ലൈവ് ഞങ്ങൾക്ക് ഫുള്ള് കാണാൻ പറ്റില്ല, ഇടയ്ക്ക് കുറേയൊക്കെ മിസ്സായിട്ടുണ്ട്. അപ്പൊ എന്താ നടന്നതെന്ന് അറിയില്ല. പക്ഷെ നിൽക്കുന്നവരൊക്കെ പറയുന്നുണ്ട് റെന വന്നിട്ടാ ചൊറിയുന്നത് എന്ന് പറയുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം, ഇപ്പൊ കുറെ ഏജ് കാർഡ്, ജെൻഡർ കാർഡ് ഒക്കെ ഇറങ്ങുന്നുണ്ട് കേട്ടോ. അതെ, ഇന്നത്തെ ദിവസം ഏജ് കാർഡ് ഇറങ്ങിയെന്ന് തോന്നുന്നു. അത് തുടക്കമിട്ട് നമുക്ക് ഒണിയലായിട്ടാ തോന്നുന്നത്. കാരണം അല്ല മുമ്പേ ഉണ്ട്. രഞ്ജിത്തും ഇതിനെപ്പറ്റി വഴക്കില് അല്ല, രഞ്ജിത്ത് ആദ്യമേ പ്രായത്തിന്റെ ഒരു കാര്യമൊക്കെ എടുത്തു വെച്ചിട്ട് അല്ലാതെയൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പം ലൈവിലായിരുന്നു അത്. പക്ഷെ ഇത് എപ്പിസോഡിൽ ഇപ്പം ഒനിയിൽ പറയുന്നുണ്ട്. അല്ല, എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും അങ്ങനെ ഒരു ബിഗ് ബോസിൽ എല്ലാവരും തുല്യരാണ്. നമ്മള് ഏജ് കൂടുതലാണ്, ഏജ് കുറവാണ്. ഇപ്പൊ ഒണിയല് ചോദിക്കുന്നുണ്ട് നിനക്ക് ഈ ഏജ് അല്ലേ ഉള്ളൂ, നിന്നെക്കാളും പണ്ട് പറയുന്ന ചൊല്ലാണ് നിന്നെക്കാളും ഓണം കുറെ ഞാൻ ഉണ്ടെന്നാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് അതിലല്ല കാര്യം. നമ്മൾ എത്ര അല്ല അങ്ങനെ നോക്കാനാണെങ്കിൽ ആ കുട്ടികൾ ഈ പ്രായത്തിലെ ഇവരെ പോലെ തന്നെ ഈ ഏജില്, അതായത് പ്രായം കൂടിയ ആൾക്കാരുടെ ആ ഒരു ഏജിൽ നിൽക്കുന്ന ലെവലില് ഈ പ്രായം കുറഞ്ഞ ആ രണ്ടു പേരും വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഇതിപ്പം മറ്റേ ആര്യനോടാണെങ്കിലും റെനയോടാണെങ്കിലും ഏജിനെ പറ്റി ഇവര് പറയുന്ന കേട്ടുകൊണ്ട് പറഞ്ഞ കേട്ടോ. കാരണം ഈ പ്ലാറ്റ്ഫോമിൽ ഇവരും ഉണ്ട് അവരും ഉണ്ട്, സെയിം ആയിട്ടാണ് വന്നേക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരുപാട് ഓണം കൂടുതൽ ഉള്ളതുകൊണ്ട് എക്സ്പീരിയൻസ് ഉണ്ട് എന്ന് പറയാനും പറ്റില്ല. എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതാനുഭവങ്ങൾ നമ്മൾ പ്രവൃത്തി ഏത് മേഖലയിലാണോ ആ മേഖലയിൽ നിന്ന് കിട്ടുന്ന എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ പ്രവൃത്തി എക്സ്പീരിയൻസ് പറയുന്നത്. ഇപ്പം ഒരുപാട് പ്രായമുള്ളവർക്ക് ചിലപ്പം ആ ഒരു എക്സ്പീരിയൻസ് കിട്ടണമെന്നില്ല. ആ ഒരു അനുഭവം അവർക്ക് വന്നാലേ ജീവിതത്തെ കുറിച്ച് അവരും പഠിക്കും. അപ്പം ഇന്ന ആൾക്ക് പ്രായം കുറവായതുകൊണ്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് അല്ല എന്ന് പറയുന്നതിൽ ഒരർത്ഥമില്ല കേട്ടോ. ഇപ്പൊ അങ്ങനൊന്നും അല്ല. നമ്മുടെ ജീവിതാനുഭവങ്ങൾ വെച്ചിട്ടുള്ള എക്സ്പീരിയൻസ് നമുക്ക് എന്നും കാണും കൂടെ. അപ്പം അടുത്ത ഇനി ടാസ്ക് ആണ് വരുന്നത്, ലക്ഷറിയുടെ പണിപ്പുര ടാസ്ക്. അപ്പൊ ഈ വീക്കിലെ പണിപ്പുര ടാസ്ക് എന്ന് പറയുന്നത് അവസാനത്തെ ടാസ്ക് ആണ്. അത് എല്ലാവരും ലിവിംഗ് റൂമിൽ വെച്ചിട്ട് ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എല്ലാവരും ഫുഡിന് ഇപ്പൊ നല്ല ബുദ്ധിമുട്ടുണ്ട്, ഡ്രസ്സിനും കഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ ബിന്നി ഇടയ്ക്ക് വെച്ചെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു ഫുഡ് നല്ലത് വേണം, ഡ്രസ്സ് എങ്ങനെയാലും ഇട്ടാലും കുഴപ്പമില്ല, നമ്മൾ ഫുഡെങ്കിലും നല്ല രീതിക്ക് കിട്ടണമെന്ന് ബിന്നി പറയുന്നുണ്ട്. അതേ കോട്ട് തന്നെ നമ്മുടെ ബിഗ് ബോസ് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ കഴിഞ്ഞ ടാസ്കിലൊക്കെ ജയിച്ച അക്ബറിന് മാത്രമേ ഈ ഒരു പണിപ്പുര ടാസ്കിൽ കയറാൻ പറ്റത്തുള്ളായിരുന്നു. അങ്ങനെ ബാക്കിയുള്ളവരെല്ലാം ലിവിംഗ് റൂമിൽ ഇരിക്കാൻ പറഞ്ഞു. അപ്പം അക്ബറിന്റെ അടുത്ത് ഇറങ്ങുമ്പോൾ ചോദിക്കുന്നുണ്ടായിരുന്നു, ഇതണക്ക് ഇടിമിന്നൽ പേടിയുണ്ടോ എന്നിങ്ങനെ ചോദിക്കും. അപ്പൊ എന്ത് ഇടിമിന്നല്, വീട്ടിലെങ്ങനെങ്കിലും വാരി കിട്ടിയാൽ മതി. അതായത് ഈ വട്ടം നമ്മുടെ ആ പണിപ്പുരയിൽ ഉള്ളത് മൊത്തം ഫുഡ് ഐറ്റംസ് ആണ് കേട്ടോ. അതായത് ബിരിയാണി, പൊറോട്ട, കുഴിമന്തി പോലുള്ള ഐറ്റംസ് ആയിരുന്നു, അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ആയിരുന്നു. അപ്പം ഇതിലെന്ന് പറയുന്നത് ഇത്ര സെക്കൻഡിൽ 500 പോയിന്റ്, 20 സെക്കൻഡ് അല്ലെ, 20 സെക്കൻഡിൽ 500 പോയിന്റ് ആണ് സമയം കൊടുത്തിരിക്കുന്നത്. അതിനുള്ളിൽ ഫസ്റ്റ് ബസർ അടിക്കുമ്പോൾ കയറിയിട്ട് തിരിച്ചതണക്ക് ഇറങ്ങണം. രണ്ടാമത്തെ ബസർ അടിക്കുമ്പോൾ മുന്നേ ഇറങ്ങണം, ബസർ കഴിഞ്ഞിട്ടല്ല കേട്ടോ, മുന്നേ ഇറങ്ങണം. അങ്ങനെ അക്ബർ ബസർ അടിച്ച ഉടനെ റൂമിൽ കയറിയപ്പോൾ ഇഷ്ടംപോലെ മിന്നൽ വരുന്ന കണക്ക് ഇഷ്ടംപോലെ ലൈറ്റ് ഒക്കെ വെച്ച് ഇത് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ സാധനങ്ങളൊന്നും കൃത്യമായിട്ട് അറിയത്തില്ല. പിന്നെ അറിയേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു. ചുറ്റിനും കുറെ സാധനങ്ങൾ വലിച്ചുവാരി എടുക്കുക, അത്രേ ഉള്ളൂ. ഫുഡ് കിട്ടാത്തടത്ത് എന്ത് കിട്ടിയാലും എന്ത്, അങ്ങനെ മൊത്തം വലിച്ചുവാരി എടുത്തിട്ട് കൊണ്ടുവന്ന് വെളിയിലെ ക്യാമിൽ ഇടുന്നുണ്ട്. പിന്നെയും ടൈം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നമുക്ക് നോക്കേണ്ടതുണ്ട്, എല്ലാവരും കയറുന്ന് പറയുന്നുണ്ട്, ടൈം ഉണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും
പോയിന്റ് ഒരു 500 പോയിന്റ് ഉള്ളു. അപ്പൊ അതിൽ കൂടുതൽ ഇട്ടാലും കാര്യമൊന്നുമില്ല. അവർക്കൊരു ഡൗട്ട് ഉണ്ട്, ചിലപ്പോൾ 500 കൂടുതൽ കിട്ടിയാൽ ചിലപ്പോൾ ഉള്ളത് പോകുന്നൊരു പേടി കൊണ്ടായിരിക്കും അക്ബർ തിരിച്ച് കയറിയില്ല. ഇവരുടെ ബേളം കേട്ടിട്ട് തിരിച്ച് കയറണമെന്ന് തോന്നി, പക്ഷെ കയറിയില്ലായിരുന്നു. അങ്ങനെ രണ്ടാമത്തെ ബസർ അടിച്ച്. അതെ, രണ്ടാമത്തെ ബസ് അടിച്ചു, ആള് ഇറങ്ങി കഴിഞ്ഞു. അതായത് സമയത്തിന് മുന്നേ ആള് വന്ന് വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ അകത്ത് പോയി. അപ്പൊ ആളെടുത്തത് പൊറോട്ട സെറ്റും മട്ടനാണ്. അതിന് 150 പോയിന്റ്സ് ആണ് ആയത്. പിന്നെ ചിക്കൻ ബിരിയാണി 1 പ്ലേറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ, 150 പോയിന്റ് ആയി. ബർഗർ വെജും നോൺ വെജും എടുത്തിട്ടുണ്ട്, 100 പോയിന്റ് വെച്ചിട്ടാണ് അതിനായത്. പിന്നെ ഹാഫ് ഷവായി എടുത്തിട്ടുണ്ടായിരുന്നു, 100 പോയിന്റ് ആണ് കേട്ടോ അതിനായത്. പിന്നെ ചിക്കൻ നൂഡിൽസ് 90 പോയിന്റാണ് കേട്ടോ ആയത്. അപ്പോ ഇതില് 190 പോയിന്റ്സ് കൂടുതലായി കേട്ടോ. അപ്പൊ നമ്മുടെ ക്യാപ്റ്റനായ അനീഷ് വന്നിട്ടാണ് ഇത് എണ്ണിയത്. പക്ഷെ അനീഷ് അവിടെ ഭയങ്കരമായ രീതിയിൽ ഒരു കാര്യം, എനിക്ക് തോന്നുന്നുണ്ട് ഇതൊന്നും കൊടുക്കരുത് ബിഗ് ബോസ് എന്ന്. എല്ലാരും ഫുഡിന് വേണ്ടി കഷ്ടപ്പെട്ട്. അല്ല, അങ്ങനല്ല, ഇങ്ങനെ ബിഗ് ബോസ് കൊടുക്കില്ല എന്ന് തോന്നുന്നു എന്ന് പറയുന്നു. അതായത് എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് ഇത് കൊടുക്കരുതെന്ന്. അതായത് നമ്മൾ ഇത്രയും സ്ട്രഗിൾ ചെയ്ത് നിൽക്കുമ്പോഴത്തേക്ക് ഒരാൾ വന്നിട്ട് ഇതേപോലെ നെഗറ്റീവും ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എങ്ങനെയായാലും നമ്മൾ പ്രതികരിച്ചു പോകും. അതെ, എല്ലാരും കൂടെ എടുത്തിട്ട് അറ്റാക്ക് ചെയ്ത്. അപ്പൊ ഒണിയിലൊക്കെ പറയുന്നുണ്ട് ഇത്ര ക്വാളിറ്റി ഇല്ലാത്ത ഒരുത്തന്റെ കൂടെയാണ് നമ്മളൊക്കെ നിൽക്കുന്നത്. അപ്പം അനീഷ് തിരിച്ചു ചോദിക്കുന്നുണ്ട്, ഞാൻ ഇന്നലെ അവിടെ കിടന്നപ്പോ ആരും ഈ മനുഷ്യത്വം ഒന്നും കണ്ടില്ലല്ലോ, ഒരു മനുഷ്യത്വം ഇല്ലാത്തവനെന്നൊക്കെ പറഞ്ഞു ഭയങ്കര. കാരണം എല്ലാരും ഈ ഫുഡൊക്കെ തീർന്നു. ഇന്നലെ തന്നെ നമ്മുടെ ബിന്നി വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, ഈ പണിപ്പുരയിൽ പോകുമ്പോ ഫുഡില്ല, ആകെ കുറച്ച് ഉരുളക്കിഴങ്ങും പരിപ്പും കാര്യങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോഴും ഇവിടെ ഇവർക്ക് കഴിക്കാനുള്ള ഫുഡല്ലേ. അപ്പം അനീഷ് ക്യാപ്റ്റനും കൂടാണ് ഈ രീതിയിൽ സംസാരിച്ചപ്പോഴത്തേക്ക് എല്ലാവരും അപ്പാനി ഭയങ്കരമായിട്ട് ഫയർ. അനീഷിന്റെ എന്തെങ്കിലും കാര്യം കേട്ടായിരിക്കും അപ്പാനി ചാടി വീഴാനിട്ട്. ഇതൊക്കെ കേൾക്കുമ്പോഴത്തെ അപ്പാനിയുടെ കൺട്രോളൊക്കെ അങ്ങ് പോകും. അതെ, അപ്പം 190 പോയിന്റ്സ് കൂടുതലായോണ്ട് ഏതെങ്കിലും ഒന്ന് തിരിച്ചു വെക്കുന്നതാണ് ബിഗ് ബോസ് പറഞ്ഞിട്ടോ. അപ്പൊ എന്തോ സാധനം അല്ല, ഞാൻ ആലോചിക്കുന്നു ഇത്ര ഈ ഹാഫ് ഷവായും ഈ 5 ചപ്പാത്തി അല്ല 5 പൊറോട്ടയും ഒരു മട്ടൻ കറിയൊക്കെ ഇവരെങ്ങനെ ഡിവൈഡ് ചെയ്തെടുക്കും? വേണ്ടവര് ഡിവൈഡ് ചെയ്ത്, കാരണം ഒന്ന് ടേസ്റ്റ് പിടിച്ച് വരുമ്പോഴത്തേക്ക് തീർന്നു. അതെ, ഇനിയിപ്പോ നാളെയും പച്ചനാളും കുഴപ്പം കാണില്ല. കാരണം നമ്മുടെ ലാലേട്ടൻ വരുന്ന ഷോ ഫുഡ് ഇവർക്ക് വരുമല്ലോ. അപ്പം അത് വലിയ കുഴപ്പമില്ലാതെ പോകുന്നു തോന്നുന്നു. ലാലേട്ടൻ എന്തെങ്കിലും കൊടുക്കുമായിരിക്കും കേട്ടോ. പിന്നെ എന്താന്ന് അറിഞ്ഞൂടെ, ഈ ആഴ്ച എന്തായാലും ഫുഡിന് വേണ്ടിയിട്ട് അവിടെ അടിയും കാര്യങ്ങളൊന്നും കണ്ടില്ല കേട്ടോ. സാധാ എല്ലാ ബിഗ് ബോസിലും ആദ്യത്തെ ആഴ്ചയൊക്കെയാണ് ഈ ഫുഡ് തികയാതെ വന്നിട്ട് അടിയും പ്രശ്നങ്ങളൊക്കെ ആവുന്ന. പിന്നെ അല്ല, നമ്മൾ ഈ ഓരോ ദിവസം കഴിയുമ്പോൾ ഗ്രാഫ് മേലോട്ട് പോകും. ഗെയിമിന്റെ ആണെങ്കിലും അവിടുത്തെ ഗെയിമേഴ്സിന്റെ ആണെങ്കിലും. കാര്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ മിക്ക സീസണിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു 2 ആഴ്ച അല്ലെങ്കിൽ ആദ്യത്തെ ഒരു ഒരാഴ്ച എന്ന് പറഞ്ഞാൽ കുറെ അന്താക്ഷരിയും പാട്ടും ഡ്രാമയും നാടകവും ഇരുന്നുള്ള സംസാരവും അങ്ങനെയുള്ളൊക്കെ ഉള്ളായിരുന്നു. പക്ഷെ ഇത് സ്റ്റാർട്ടിങ്ങേ നമ്മൾ നല്ല ഗെയിമും നല്ല സ്ട്രാറ്റജിയും പലതും നമ്മൾ കണ്ടു തുടങ്ങി കഴിഞ്ഞ്. അപ്പൊ അതൊരു നല്ലൊരു പോസിറ്റീവ് ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് നമുക്ക് ആദ്യത്തെ ഒരാഴ്ച 2 ആഴ്ച ലാഗ് ഒന്നും ഇത്തവണത്തെ സീസണിൽ നമുക്ക് കണ്ടില്ലായിരുന്നു. അതൊരു പ്ലസ് പോയിന്റ് ആണ്. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ആ ഒരു ഫൈറ്റിന്റെ ബാലൻസ് വീണ്ടും തുടങ്ങുകയാണ്. അതായത് ഓണിയലും റെനെ ആയിട്ട്. അപ്പൊ അല്ല, ഞാൻ ആദ്യം വിചാരിച്ചത് അതിന്റെ ബാക്കി ഭാഗമായിരിക്കുന്നു. പക്ഷെ അത് ബാക്കി ഭാഗമല്ല. അവര് വീണ്ടും റെന അങ്ങോട്ട് ചെന്ന് കണ്ടിന്യൂ ചെയ്യണമെന്നുള്ള പ്ലാൻ ആയിരിക്കും. റെന അതിലിടയ്ക്ക് പറഞ്ഞു എന്നും പറയുന്നു, ഇത് എനിക്ക് കണ്ടന്റ് ആണെന്ന് റെന പറയാൻ ചെയ്തിട്ടുണ്ട്. കാരണം എല്ലാവർക്കും റെന ഒരു ക്രിയേറ്റ് ചെയ്യുന്ന പോലെയാണ് തോന്നിയത്. അപ്പൊ ഒണിയില് കാരണം ഫുഡ് കഴിച്ചിട്ടുള്ള ആളുടെ കൈയൊക്കെ പൊള്ളിയിട്ടാണ് അവിടെ നിന്ന് വർക്ക് ചെയ്യുന്നത്. കാരണം ഊഹിക്കാം 20 പേരോളം ഉണ്ട്. അപ്പൊ 20 പേർക്ക് ഷെയർ ചെയ്തിട്ടാണ് ഫുഡ് ചെയ്യുന്നതെങ്കിലും കുറച്ച് അവർക്ക് എഫേർട്ട് കൂടുതലാണ്. കാരണം അതുകൊണ്ടാണ് അവരെ നമ്മൾ അധികം ക്യാമറയിലൊന്നും കാണാത്തത്. കാരണം 3 നേരം ഫുഡ് വെക്കണം, പിന്നെ അവിടെ റേഷൻ കുറവാണ്. പ്രത്യേകിച്ച് തലേ ദിവസമൊക്കെ ഇവര് ഫുഡ് വെക്കുന്നതിനെ പറ്റി നെഗറ്റീവ് അടിക്കുകയും ചെയ്തു. ഫുഡില് അവരെ കുറ്റപ്പെടുത്തുന്ന പോലെ അവർക്ക് തോന്നത്തുള്ളൂ. കാര്യം നമ്മൾ ഇത്രയും ജോലി ചെയ്തിട്ട് അത് ചെയ്തില്ല, നിങ്ങൾ അത് ഗെയിമിലില്ല അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കും അതൊരു ഇതാണ്, നെഗറ്റീവ് വരും അവർക്ക്. അപ്പോ ഒണിയല് ലാസ്റ്റ് അവസാനം സഹിയായിട്ട് ഇവരമ്മയെ വഴക്കിട്ടിട്ട് നീ കീടാണുമാണ്, പുരുവാണ്, ജെന്ന ആൽഫയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുമ്പോ പിന്നെ ജെൻഡർക്കാരൊക്കെ പറയുന്നുണ്ട്. അപ്പൊ റെനയും തിരിച്ച് കൽപ്പിക്കുന്നുണ്ട്. പിന്നെ കണ്ടന്റ് ഉണ്ടാക്കാൻ നോക്കുക എന്നൊക്കെ റെന പറയുന്നുണ്ട്. അതേപോലെ പാർഷ്വാലിറ്റി കാണിക്കുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എല്ലാരും കൂടെ കയറി ചൂടായിട്ടോ. അതായത് റെന പെട്ടെന്ന് വായുത വീണ് പാർഷ്വാലിറ്റി കാണിക്കാന്ന് പറഞ്ഞ് വായുത വീണപ്പോഴത്തേക്ക് എല്ലാവരും കൂടെ റെനയുടെ അടുത്തൊന്ന് എന്ത് പാർഷ്യാലിറ്റി കാണിച്ചെന്നാ പറയണേ, നീ പറയുന്ന പറഞ്ഞിട്ട്
ഫുഡിന്റെ ഫുഡ് ചോദിച്ചപ്പം അങ്ങനെ പറഞ്ഞു, ഫുഡ് ചോദിച്ചപ്പോ ഇങ്ങനെ ദേഷിച്ച് അങ്ങനെ എങ്ങനെ കഴിക്കാൻ തോന്നുന്നു എന്നൊക്കെ സംസാരിച്ചു എന്നൊക്കെ പറയാം. അപ്പോഴും ഇവര് പറയുന്നുണ്ട് നമ്മൾ ഉണ്ണിയിലും കഴിക്കാതിരിക്കാൻ, നീ അത് വീഡിയോ വിടുന്ന പറഞ്ഞാൽ പിന്നെ എനിക്കൊരു ബാഡായിട്ട് തോന്നിയൊരു കാര്യം, നമ്മൾ ഇനി എന്തൊക്കെ പ്രശ്നമാണെങ്കിലും എന്തൊക്കെയാണെങ്കിലും നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ വന്ന് നടന്നിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കുന്നത് ഒരു നല്ല ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നമ്മുടെ റെന വന്നിട്ട് ഉണ്ണിയിൽ ഫുഡ് എടുത്തുകൊണ്ട് വന്ന് കഴിക്കായിരിക്കും. കാരണം ഇത്രയും കുക്കിങ്ങും കാര്യങ്ങളും ഉണ്ണിയിൽ ഒറ്റക്കല്ല ചെയ്യുന്നത്. ഞാൻ വീണ്ടും പറയാം, അവിടെ 2-3 പേര് ഹെൽപ്പിനുണ്ടെങ്കിൽ പോലും ഇവര് 3 പേരും ഇത്രയും പേർക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ചെയ്യാനാണല്ലോ. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഫുഡ് എടുത്തുകൊണ്ട് വന്ന് കഴിക്കാനിരിക്കുന്ന സമയത്ത് അവിടെ ആ ഡൈനിങ് ടേബിളിൽ ഈ ഉണ്ണിയിൽ കഴിക്കുന്ന ടൈമിലും റെന വന്ന് ബഹളം വെക്കുന്നത് ഞാൻ കണ്ടു. ഒരു പേഴ്സണലി എനിക്കത് അത്ര ഇഷ്ടപ്പെട്ടില്ല. കാരണം ഒരു എന്തോ ആയിക്കോട്ടെ, ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് സംസാരിക്കും. ഒരാൾ ഡൈനിങ് ടേബിളിൽ വന്നിട്ട് ഫുഡ് കഴിക്കാതിരിക്കുമ്പോൾ നമ്മൾ കുറച്ചെങ്കിലും അവർക്കൊരു റെസ്പെക്ട് കൊടുക്കണം, ആ ഫുഡിനോടെങ്കിലും. അപ്പൊ അത് കഴിക്കാനായിട്ട് സമ്മതിക്കുക, അത് ചെയ്തില്ല. സമാധാനമായിട്ട് ഒരു ഫുഡ് കഴിക്കാൻ പറ്റില്ല. പിന്നെ ഇവരെല്ലാം വിളിച്ചുകൊണ്ട് പോയപ്പോൾ ആള് പോയി കേട്ടോ. അങ്ങനെ പക്ഷെ ഒന്നിലും തിരിച്ച് നല്ല രീതിയിൽ പറയുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. പിന്നെ ഈ ഏജ് കാർഡ് എടുക്കുന്നത് അത്ര നല്ലതായിട്ട് എനിക്ക് അത് 2 പേരും എടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു എനിക്കത്. എന്തായാലും ഈ ഫുഡിന്റെ ഒരു വിഷയമായിട്ട് വരാതിരിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അത് അത്ര നല്ല ഇതല്ല. അതെ, ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ റെന വന്ന് ബെഡ്റൂമിൽ ഇരുന്ന് നന്നായിട്ട് കരയുന്നുണ്ട്. അപ്പൊ അനു പറയുന്നു പാർഷ്വാലിറ്റി കാണിക്കുന്നെന്ന് പറഞ്ഞതാണ് റെനയ്ക്ക് വിഷമമായത് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അനു പറയുന്നുണ്ട്, ഇല്ല അങ്ങനെ ഒന്നും ആള് ചെയ്യുന്നില്ല എന്ന് നമ്മുടെ അനു പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ നെവിൻ വന്നിട്ട് ആർ യു ഓക്കേ നൗ? അപ്പൊ ഉടനെ നമ്മുടെ റെന വന്നിട്ടുണ്ട് ഐ ആം നോട്ട് അറ്റ് ഓൾ ഓക്കേ എന്നിങ്ങനെ പറയുന്നത്. അതിട്ട് ഇരുന്ന് കരയുന്നല്ലേ, അതിട്ട് 2 പേരും കൂടി ഇരുന്ന് കരയുന്നുണ്ട് കേട്ടോ. അല്ല നെവിൻ, അല്ലല്ല അനീഷ. ഓ അനീഷ കരഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് ചോദിക്കുന്നത്, കരഞ്ഞ് നിലവിളിച്ചോണ്ടിരിക്കുമ്പോഴാണ് വന്ന് ചോദിക്കുന്നത് അറിയോ ഓക്കെ. അത് ഭയങ്കര കൂളായിട്ട് ഇവിടെ എന്താ നടക്കുന്നത്, ഞാൻ കരഞ്ഞോണ്ടിരിക്കുക ഇവിടെ കൂളായിട്ട് അത് വഴി പോയിട്ട് അയ്യോ അതെ അനീഷ് ഫുള്ള് ചൊറിച്ചില്ല. പക്ഷെ നമുക്ക് ഈ ഇന്നത്തെ ഒരു ടിവിയിൽ വന്നത് കണ്ടപ്പോ നമുക്ക് അത്ര കുഴപ്പമില്ല. പക്ഷെ ലൈവിൽ ആളെ ഇത്തിരി ഭയങ്കര ചൊറിച്ചിലാണ്. മാറ്റിയില്ലെങ്കിൽ പണി പാളും. കാരണം ഗെയിം മാറ്റേണ്ട സമയമായി. കാരണം ഇതിന്റെ കൂടെ തന്നെ വേറൊരു കാര്യം പറയാനുണ്ട്. നമ്മുടെ ഗെയിം മാറ്റിയ ആൾക്കാരെന്ന് പറഞ്ഞാല് ഷാനവാസ് ചെറിയ രീതിയിലൊന്നും ഗെയിം മാറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ അഭിലാഷിനെ ഞങ്ങൾ ഇന്നലെ കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫുള്ള് നമ്മള് വീഡിയോയിൽ ഇങ്ങനെ എന്താ തർക്കിച്ചു നിൽക്കുന്നത് ചാടി വരുന്ന ഒരു ടൈപ്പ് ഒരാളായിരുന്നു. പക്ഷെ ഇപ്പൊ അതല്ല. ഇന്നലെ തന്നെ നമ്മുടെ ഗിസൈലിനോട് ഡ്രസ്സിന്റെ കാര്യത്തിൽ വന്ന് ചിരിച്ചുകൊണ്ടാണ്. അത് ഗിസൈൽ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു അനീഷ് വന്നിട്ട് അഭിലാഷ് വന്നിട്ട് കൽപ്പിക്കുന്നു കേട്ടോ. പക്ഷെ അഭിലാഷ് വന്നിട്ട് ഫ്രസ്ട്രേറ്റഡ് ആയോ എന്ന് ചിരിച്ചുകൊണ്ടൊക്കെ ചോദിക്കുന്നു കേട്ടോ. അപ്പം ഇന്നും അതേപോലെ തന്നെയാണ് അഭിലാഷ് നിന്നത്. അപ്പൊ അഭിലാഷിന്റെ ഗെയിം മാറ്റിയിട്ടുണ്ട്. അതായത് അങ്ങനെയാണ് ഈ ഒരു ബിഗ് ബോസ് ഷോ എന്ന് പറയുന്നത്. നമ്മളിപ്പോ ഒരു ഗെയിം പ്ലാനോട് കൂടിയിട്ടായിരിക്കും നമ്മൾ അവിടെ ചെല്ലുന്നത്. പക്ഷെ ഓരോ സീസണും ഡിഫറെന്റ് ആണ്. അപ്പൊ നമ്മുടെ ഗെയിം പ്ലാൻ അവിടെ ചെന്നിട്ട് അവിടെ ഉള്ളവർ തിരിച്ചെന്താണോ തരുന്നത് അതനുസരിച്ച് നമ്മൾ നമ്മുടെ ഗെയിം പ്ലാൻ ചേഞ്ച് ചെയ്യണം. എങ്കിലേ അവിടെ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അഭിലാഷ് അതേപോലെ തന്നെ ഗെയിം പ്ലാൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഗെയിം പ്ലാൻ മാറ്റുമ്പോഴും നമുക്ക് പണി കിട്ടാനും ചാൻസ് ഉണ്ട്. മുമ്പും പലതും നടന്നിട്ടുമുണ്ട്. അതെ, അപ്പോ നമ്മുടെ അഭിലാഷ് മാറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഷാനവാസിന് ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ നമ്മുടെ അനീഷ് മാറിയെങ്കിൽ പണി പോകും. 5 വർഷത്തോളം ലീവ് എടുത്ത് ബിഗ് ബോസിന് വേണ്ടിയിട്ട് നിന്നൊരാളാണെന്നാണ് പറഞ്ഞത്. അപ്പൊ ആ ഒരു എഫേർട്ട് കളയരുത്. ഇപ്പൊ കണ്ടിട്ട് അതൊന്നും തോന്നുന്നു. അല്ല എനിക്ക് അതെ, നമുക്കത് ലാസ്റ്റ് പറയാമോ? നമുക്ക് ലാലേട്ടൻ എന്തൊക്കെയാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നതെന്നുള്ളത് ഞങ്ങൾ ലാസ്റ്റ് പറയാം കേട്ടോ. അപ്പൊ നമുക്കിപ്പോ എന്തായാലും എപ്പിസോഡ് റിവ്യൂ ബാക്കി കൂടെ കാണാം. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ആര്യനൊക്കെ ബെഡിൽ ഇങ്ങനെ കിടന്നുകൊണ്ടിരിക്കുമ്പോൾ അനു ആ സൈഡിലൂടെ പോകുമ്പോ ആര്യൻ ഇങ്ങനെ പറയുന്നുണ്ട് എന്റെ ബോർഡർ കടന്ന് വരരുത് എന്ന് പറഞ്ഞപ്പോ അനുക്ക് എന്ത് ബോർഡർ എന്ന് ചോദിക്കുമ്പോൾ എന്റെ ഫ്രണ്ട്ഷിപ്പിന്റെ ബോർഡർ കടന്ന് വരുമെന്ന് ആര്യൻ ഇങ്ങനെ തമാശയ്ക്ക് പറഞ്ഞപ്പോ അനു നീ കൂടുതൽ കളിക്കരുത് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇവര് തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാവുന്നുണ്ട്. അതായത് ഇന്നലെ എങ്ങാണ്ട് ബാത്റൂമിൽ നിന്ന സമയത്ത് ക്ലിയർ ആയിട്ട് ഞങ്ങളത് കണ്ടില്ല കേട്ടോ. ഈ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു ഇതാണ്. നമ്മുടെ ആര്യൻ അനുവിന്റെ അടുത്ത് ഇങ്ങനെ തമാശ രീതിയിൽ റിംഗ് ഫിംഗർ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെ കുറിച്ചിട്ടാണ് അനു ഇപ്പൊ സംസാരിക്കുന്നത്. എപ്പിസോഡിൽ അധികമായിട്ട് കാണിച്ചിട്ടില്ല. അതിനെ കുറിച്ചിട്ട് അത് ഒരു പെണ്ണിനോട് കാണിക്കുന്ന തെറ്റാന്ന് പറഞ്ഞിട്ട് അനു സംസാരിക്കുന്നുണ്ട്. അപ്പൊ അതില് ആര്യൻ പറയുന്നുണ്ട് ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ തമാശ രീതിയിലാണ് കാണിച്ചത്. അത് ഒരു
കാര്യമായിട്ട് എടുക്കേണ്ട കാര്യമില്ല, ഇന്നലെ നടന്ന കാര്യമായിരുന്നു, അതിനെ കുറിച്ച് ഇന്ന് പറയേണ്ട കാര്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഒന്നുണ്ട്, മുമ്പ് സരിക ടാസ്കില് ഇതണക്ക് ആര്യൻ സംസാരിക്കുന്നത് അത്ര ടാസ്കിലല്ല, നമ്മുടെ നോമിനേഷനിൽ സരിക ആര്യൻ ഇതണക്ക് ഇപ്പൊ പിടിക്കും അങ്ങനെ ഒരു ടാസ്കിലാണെങ്കിൽ ചില കാര്യങ്ങള് കാണിക്കുന്നത് ശരിയാവുന്നില്ലെന്നൊരു കംപ്ലൈന്റ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതിന്റെ കൂടെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് അത് ആര്യന്റെ ഗെയിമിന് നല്ല രീതിക്ക് ബാധിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ എനിക്ക് ഞങ്ങളുടെ അഭിപ്രായം നോക്കുകയാണെങ്കിൽ റിംഗ് ഫിംഗർ ആണ് കാണിച്ചെങ്കിലും ആൾ ഉദ്ദേശിക്കുന്നത് എന്താന്ന് നമുക്ക് അരി ഭക്ഷണം കഴിക്കുന്നവർക്ക് മനസ്സിലാക്കാവുന്ന കാര്യം. ഇനിയിപ്പോ തമാശ രീതി ആണെങ്കിലും തമാശ രീതി അല്ലെങ്കിലും ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ അതൊക്കെ ഒരു ഇച്ചിരി നെഗറ്റീവ് ആവും. അതെ, അതൊരു നെഗറ്റീവ് തന്നെയാണ്. കാരണം ആ ഒരു രീതിയിൽ കാണിക്കരുത്. ഇപ്പൊ ഏതൊരു ഗസ്റ്റ് കാണിച്ചാലും അങ്ങനെ കാണിക്കുന്നത് അത് തെറ്റ് തന്നെയാണ്. കാരണം റിംഗ് ഫിംഗർ ആണെങ്കിലും ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നമുക്കറിയാം. ഇപ്പൊ അത് തമാശ രീതിയിലാണെങ്കിലും ഫ്രണ്ട്ഷിപ്പിന്റെ പേരിലാണെങ്കിലും തിരിച്ച് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ സോറി പറഞ്ഞ് അത് സോൾവ് ചെയ്യാനാണ് നോക്കേണ്ടത്. അല്ലെ അതിന് തിരിച്ച് റിയാക്ട് ചെയ്ത് ഞാൻ അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ ന്യായം പറയാൻ തന്നെ കൂടുതൽ ചെളിയാവത്തേ. അല്ല, പിന്നെ അനുവിന്റെ ഭാഗത്തും തെറ്റുണ്ട്. ഇഷ്ടമല്ലെങ്കിൽ അത് അപ്പോഴാണ് പറയുന്നത്, അല്ലാതെ അത് അപ്പൊ ചിരിച്ചോണ്ട് നിന്നിട്ട് പിന്നെ വന്ന് പറയുന്നതിലും ഒരു വാല്യൂ ഉള്ളതായിട്ട് നമുക്ക് തോന്നുന്നില്ല. പിന്നെ അപ്പൊ അക്ബറും പറയുന്നുണ്ട്, അത് അപ്പൊ പറയണായിരുന്നു ഇപ്പോഴല്ല പറയുന്നതെന്ന് പറഞ്ഞപ്പോ അനു പറയുന്നത് കൂടുതൽ കയറി ഉണ്ടാക്കണ്ടെന്ന്. കാരണം അനുവിന് അക്ബറിനെ ഇഷ്ടമല്ലല്ലോ. അപ്പൊ അതെ, അപ്പൊ എല്ലാവരും വന്നിട്ട് അനുവിനെ കുറ്റം പറയുന്നുണ്ട്. പക്ഷെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ ലൈവ് ഞങ്ങൾ ഇതിന്റെ കണ്ടിട്ടില്ല എങ്കിലും ഞാൻ ഈ എപ്പിസോഡ് കണ്ടത് വെച്ചിട്ട് ചോദിക്കുകയാണെ, ഇതിന്റെ പേര് പറഞ്ഞിട്ട് അനുവിന് 2-3 പേര് നോമിനേറ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ജയിൽ ടാസ്കിലേക്ക് ഞങ്ങൾ കണ്ടായിരുന്നേ. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇന്നലെ അനു പറഞ്ഞില്ല, ശരി, അത് ഇന്ന് അനു അത് പറഞ്ഞു അനുവിന് ഇഷ്ടപ്പെട്ടില്ലെന്ന്. ഈ ഒരു റിംഗ് ഫിംഗർ കാണിച്ച ഒരു ഗസ്റ്റ് കാണിച്ചത് ആര്യനാണ്. പക്ഷെ ആര്യനെ ആരും ഇതിൽ നോമിനേറ്റ് ഇല്ല. കഴിഞ്ഞ ഓട്ടമൊക്കെ ആണെന്ന് പറഞ്ഞാൽ ഇത് കാണിച്ചതും എഴുതിക്കുന്നതിനൊക്കെ എല്ലാവരും അവരെയാണ് നോമിനേറ്റ് ചെയ്തിരുന്നത്. അതെ, കഴിഞ്ഞ സീസണിലൊക്കെ മിഡിൽ ഫിംഗർ കാണിച്ചതിന് വേറെ സീനായി ഭയങ്കര പ്രശ്നമൊക്കെ ആയിരുന്നു. ഇത്തവണ പക്ഷെ അവരെ നോമിനേറ്റ് ചെയ്യാതെ കണ്ട ആളെ നോമിനേറ്റ് ചെയ്തേക്കുന്നു. പിന്നെ അത് മാത്രമല്ല, അത് നോമിനേറ്റ് ചെയ്യാൻ കാര്യം എന്ന് പറഞ്ഞാൽ അനു പോയി അവിടെ പോയിരുന്ന് കരഞ്ഞ്, അത് ഇവർക്കൊരു നാടകമായി. അതും സരിക എന്നിട്ട് ഇത് എല്ലാരും കൂടെ അനുവിനെ അറ്റാക്ക് ചെയ്യുന്ന കണ്ടിട്ട് അനു പോയി കരയുമ്പോ സരിക അവിടെ ഇരുന്ന് പറയുന്നുണ്ട്, എന്തുവരുന്ന കരച്ചിൽ കാർഡ് ഇറക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോഴും ഇവരെല്ലാരും കൂടെ എന്നിട്ട് ഷാരിക കേട്ടോ, സരികല്ല ഷാരിക പറയുന്നുണ്ട് കരച്ചിൽ കാർഡ് എടുക്കുന്നുണ്ട്, പോയി സമാധാനിപ്പിക്കാൻ ഒരു കൂട്ടം പേര് ചെല്ലുന്നൊക്കെ. പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അത് ഓക്കെ, പക്ഷേ ഈ റിംഗ് ഫിംഗർ കാണിച്ച ആളുടെ ഭാഗത്താണോ തെറ്റ് അനുവിന്റെ ഭാഗത്താണോ തെറ്റ്? നോക്കുമ്പോ ജയിലിൽ പോകണം എന്ന് നമുക്ക് തോന്നേണ്ടത് ഇങ്ങനെ റൂൾസിനെ ബ്രേക്ക് ചെയ്യുന്നവരും ഒക്കെ ആണല്ലോ ജയിലിൽ പോകണമെന്ന് തോന്നുന്നത്. ഒരാൾ പോലും അത് പറഞ്ഞ് ഞാൻ കണ്ടില്ല. ആള് സോറിയും പറഞ്ഞിട്ടില്ല. ബാക്കിയുള്ളവര് അത് ന്യായീകരിക്കുന്നതിനെ ആളെ സപ്പോർട്ട് ചെയ്തിട്ട് സംസാരിക്കുന്നേ കണ്ടു. അതാ ഞാൻ ചോദിക്കുന്നത്. അപ്പൊ ഇതൊന്നും ഒരു പ്രശ്നമല്ലല്ലേ? ഇതൊന്നും അവിടെ ഈ ഒരു സീസണിൽ ഒരു പ്രശ്നമല്ല. പക്ഷെ ഇതൊക്കെ കുറെ കാലം കഴിയുമ്പോ ഇതൊരു പ്രശ്നമായിട്ട് വരും. അപ്പൊ ഈ ഒരു സംഭവം നമ്മുടെ ഓർമ്മയിൽ വേണം. അതെ, കാരണം ഓരോ ദിവസം കഴിയും തോറും മാറി മാറി വരുന്ന ഒരു ഒപ്പീനിയൻ ആണ് നമ്മുടെ ബിഗ് ബോസിലുള്ളത്. അതെ, ആരെ തകർക്കും എന്നുള്ളൊരു രീതി വരുമ്പോഴേക്കും ഇതൊക്കെ മാറി വരും കേട്ടോ. പക്ഷെ ആരെയും നല്ല രീതിയിൽ സൂക്ഷിക്കണം. ഇപ്പൊ അതുകൊണ്ട് കുഴപ്പമില്ല. ഇനി അങ്ങോട്ട് പോകും തോറും ഇതേ രീതിയൊക്കെ ആണെങ്കിൽ പണി വാങ്ങി കൂട്ടാൻ സാധ്യതയുണ്ട്. ഇനിയിപ്പോ എന്ത് ഗെയിം എന്ന് പറഞ്ഞാലും പണിയാവും. കാരണം ഇവർ ഇതൊക്കെ ഇറക്കും, തിരിച്ച് അടിക്കുന്ന ഒരു സമയം വരും. ഇപ്പൊ ഇവരെല്ലാം കൂടെ നിന്നിട്ട് ഓക്കെ കുഴപ്പമില്ലടാ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ തോള് തട്ടുന്നവര് നാളെ ഈ ഒരു ഡിബേറ്റ് ടാസ്കോ കാര്യങ്ങളൊക്കെ ഒരു 50 ദിവസം കഴിയുമ്പോ വരും. അപ്പൊ നല്ല രീതിയിൽ ഇതിൽ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇപ്പോഴേ സൂക്ഷിക്കുക, ചില വേർഡ്സ് ഒക്കെ പറയുമ്പോൾ ശ്രദ്ധിക്കാം. അപ്പൊ അടുത്ത് ഇനി നടക്കാൻ പോകുന്നത് ക്യാപ്റ്റൻസി ടാസ്ക് ആണ്. നമ്മുടെ അടുത്ത ആഴ്ചത്തെ ക്യാപ്റ്റൻ ആര് എന്ന് സെലക്ട് ചെയ്യാനുള്ള ടാസ്ക് ആണ്. ഈ ടാസ്ക് പറയുന്നതിന് മുമ്പ് ഞാൻ പറയട്ടെ, ഈ ആഴ്ചത്തെ ക്യാപ്റ്റൻ ഒട്ടും ശരിയല്ല. അനീഷ് ഒട്ടും ആൾക്കാരിൽ നിന്ന് കേൾക്കാനോ ഒന്നിനും നിൽക്കുന്നില്ല. ക്യാപ്റ്റൻ പറയുന്നത് അവരെ ഉള്ളവരും കേൾക്കാൻ ആദ്യം അവര് കേൾക്കുമായിരുന്നു. പക്ഷെ ഒന്ന് രണ്ട് പേരെ ഉള്ളായിരുന്നു, ബാക്കിയുള്ളവർ കേൾക്കുന്നുണ്ടായിരുന്നു. പക്ഷെ പുള്ളിക്കാരൻ പറഞ്ഞു വെറുപ്പിച്ച് ബാക്കി ആരും കേൾക്കാത്ത രീതിയിലോട്ടാക്കി. എന്നാലും രണ്ടും ഈക്വൽ ആയിട്ട് പോകുന്നുണ്ട്. അല്ല, എന്നാലും നമ്മൾ ഇത്രയും നാള് സീസൺ കണ്ടതില് ഇതേപോലെ ഒരു ക്യാപ്റ്റൻ ഞാൻ കണ്ടിട്ട് ഉള്ളത് പറയല്ല. കാര്യം ആദ്യത്തെ ദിവസം തന്നെ എല്ലാരെയും വെറുപ്പിച്ച് ഒരു ക്യാപ്റ്റൻ അല്ലാത്ത രീതിയിലൊക്കെ ആക്കിയാണ്. അത് പറയാതിരിക്കാൻ വയ്യ. അപ്പൊ നമുക്ക് അടുത്ത ആഴ്ചത്തെ ക്യാപ്റ്റൻസി ടാസ്കിനെ പറ്റി പറയാം. അത് ക്യാപ്റ്റൻസി ടാസ്കിലുള്ളവരെ സെലക്ട് ചെയ്യുന്നത് തന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഗ്യത്തിന്റെ പണപ്പെട്ടി ടാസ്ക് ഉണ്ടായിരുന്നു. അതിൽ കോയിനുള്ളവർ 8 പേരുണ്ടായിരുന്നു.
ആ 8 പേരിൽ നിന്ന് ആളുകളെ സെലക്ട് ചെയ്യുന്ന രീതിയായിരുന്നു ആദ്യം ഉള്ളത്. അതിൽ ആരൊക്കെ സെലക്ട് ചെയ്തതെന്ന് പറയാം. അതിൽ അപ്പാനി സെലക്ട് ചെയ്തേക്കെന്ന് പറഞ്ഞാൽ ഷാനവാസിനെ അക്ബറിനെ ആയിരുന്നു. മിക്കവരും ഷാനവാസിനെ അക്ബറിനെയൊക്കെ സെലക്ട് ചെയ്തേക്കെന്ന് പറഞ്ഞാൽ അവരുടെ ആ പെർഫോമൻസ് വെച്ചിട്ടായിരുന്നു. നല്ല കളിച്ച രീതിയും ഗോൾഡും കോയിനൊക്കെ കിട്ടിയായിരുന്നല്ലോ. അപ്പൊ അത് വെച്ചിട്ടാണ് മിക്കവരും ഷാനവാസിനെ അക്ബറിനെ സെലക്ട് ചെയ്തേക്കുന്നത്. അതേപോലെ മുൻഷി രഞ്ജിത്ത് സെലക്ട് ചെയ്തേക്കുന്നത് ഷാനവാസ് ബിന്നി, അതേപോലെ തന്നെ ബിന്നി എല്ലാവരും ആ പെർഫോമൻസ് വെച്ചിട്ടാണ് ബിന്നിയെ സെലക്ട് ചെയ്തേക്കുന്നത്. പിന്നെ ആദിൽ നോറ ഗിസൈലിനെയും ഷാനവാസിനെയും സെലക്ട് ചെയ്തിട്ടുണ്ട്. രേണു ബിന്നി അക്ബറിനെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അനു ബിന്നി ഷാനവാസിനെ സെലക്ട് ചെയ്തായിരുന്നു. സൈത്യ അക്ബർ ആര്യനെ, അതേപോലെ ആർജെ ബെൻസി അഭിജിത്ത് ബിന്നിയെ, ശാരിക അഭിലാഷ് ബിന്നി, നവീൻ ഗിസൈൽ അഭിലാഷ്, ശാരിക ബിൻസി അഭിലാഷ്. മിക്കവരും അഭിലാഷിനെ സെലക്ട് ചെയ്തേക്കുന്നതാണ് ഈ ഒരു ചേഞ്ച് ആണെന്ന് തോന്നുന്നു കേട്ടോ. കാര്യം ഇല്ലേ 2 ദിവസം അത് പറയുന്നുണ്ട് കേട്ടോ ചേഞ്ച്. അതാ ഞാൻ പറയണേ, ആള് ഗെയിം പെട്ടെന്ന് മാറ്റിയപ്പോഴത്തേക്ക് ആൾക്ക് ഉള്ളിലാണെങ്കിലും പുറത്താണെങ്കിലും കമന്റ്സിലൊക്കെ അഭിലാഷിന് നല്ല സപ്പോർട്ട് ഉണ്ട് കേട്ടോ. അപ്പൊ അതായത് ആള് ആ ചേഞ്ച് പെട്ടെന്ന് വരുത്തിയത് കൊണ്ട് കൊള്ളാം. എനിക്ക് തോന്നുന്നു സ്വയം വിലയിരുത്തിയതാണോ അതോ ആരെങ്കിലും പറഞ്ഞു കൊടുത്താണോ? അത് മാത്രല്ല, ഫസ്റ്റ് വന്ന സമയം നമ്മുടെ അപ്പാനി അക്ബറിന്റെ കൂടെ ആയിരുന്നു അഭിലാഷ് ഉണ്ടായിരുന്നത് കൂടുതൽ ടൈം. ഇപ്പം ആള് അങ്ങനെ ഇല്ല കേട്ടോ. ഇപ്പം ഒരു അക്ബറും ആണ് ഗ്രൂപ്പായിട്ട് നിൽക്കുന്നത്. അഭിലാഷ് ഇപ്പൊ ഒറ്റയ്ക്കാണ് കേട്ടോ ഗെയിം കളിക്കുന്നത്. കൊള്ളാം. അത് കഴിഞ്ഞ് നവീൻ സെലക്ട് ചെയ്തിരിക്കുന്ന ഗിസൈൽ അഭിലാഷിനെ, ശാരിക ബിൻസി അഭിലാഷ്, ഒനിയൽ അഭിലാഷ് ഗിസൈല്, ബിൻസി അഭിലാഷ് അക്ബർ, രണ ഫാത്തിമ ഷാനവാസ് അഭിലാഷ്, അതേപോലെ ആര്യൻ അക്ബർ അഭിലാഷ്, ഗിസൈല് ഷാനവാസ് ആര്യന് ഞാൻ കരുതി ആര്യന് കുറെ വോട്ട് കിട്ടുമെന്ന് കേട്ടോ. പക്ഷെ എനിക്ക് ആരും അധികം അങ്ങോട്ട് കൊടുത്തില്ല. കാര്യം ആര്യൻ നല്ലോണം ഗെയിം കളിച്ചായിരുന്നു, ഏൽപ്പിച്ച ഗെയിം മാക്സിമം കൊടുത്തായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള പ്രവർത്തികൾ ഇതൊക്കെ പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കും ആര്യനെ സെലക്ട് ചെയ്യാത്തതെന്ന് തോന്നുന്നു. പിന്നെ അക്ബർ അഭിലാഷ് ഗിസൈൽ, ഷാനവാസ് അഭിലാഷ് ബിന്നി, അഭിലാഷ് രണ ഫാത്തിമ അക്ബർ. അത് നല്ലൊരു പോയിന്റ് എടുത്തത് കാര്യം. അഭിലാഷ് രണ ഫാത്തിമ മിക്കവരും ഒരു ഏജ് കാർഡ് ഈ 2 ദിവസം എടുക്കുന്ന കണ്ടിട്ടായിരിക്കാം ഇങ്ങനെയുള്ള, അതായത് ഏജ് കുറവുള്ളവർ ആ രീതിയിൽ ഒരു ചവിട്ടിത്താത്തുന്ന ഒരു രീതി അഭിലാഷിന് അത് തോന്നി. നല്ല വിലയിരുത്തുന്നുണ്ട് ആള് ബിഗ് ബോസ് അകത്തിരുന്നോണ്ട് തന്നെ. അപ്പൊ അതുകൊണ്ട് എങ്ങനെ ക്യാപ്റ്റൻ ആയിട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഒരു ചേഞ്ച് വരുത്താലോ എന്ന് എഴുതിയിട്ടാണ് രണ ഫാത്തിമ പുള്ളിക്കാരൻ സെലക്ട് ചെയ്തേക്കുന്നത്. അനീഷ് ഷാനവാസ് രണ ഫാത്തിമ. അനീഷും പറഞ്ഞതും ഒരു പോയിന്റ് ആയിരുന്നു. അങ്ങനെ ഷാനവാസിനും ബിന്നിക്കും 7 വോട്ട് കിട്ടി മൊത്തത്തില്. അഭിലാഷിന് 10 വോട്ടും കിട്ടി. അപ്പൊ ഇവര് 3 പേരാണ് നമ്മുടെ ക്യാപ്റ്റൻസി ടാസ്കിന് വേണ്ടിയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാർ കേട്ടോ. അപ്പോ ഇതൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ വീണ്ടും നമ്മുടെ അനീഷും അപ്പാനിയും തമ്മിലുള്ള കോംബോ ഫൈറ്റ് നടക്കുന്നുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇവിടെ ഒരു ഫൈറ്റ് കണ്ടോണ്ടിരിക്കാൻ നല്ല രസമാണ് കേട്ടോ. ഈ അപ്പാനി സീരിയസ് ആയിട്ടാണ് പറയുന്നത്, അനീഷും സീരിയസ് ആയിട്ടാണ് റിപ്ലൈ കൊടുക്കുന്നതെങ്കിലും കണ്ടോണ്ടിരിക്കുന്ന നമുക്ക് ഇത് കാണുമ്പോൾ ഒരു ചിരിയാണ് കേട്ടോ വരുന്നത്. ചിരി വരുന്നോണ്ട് നമുക്ക് അതിലങ്ങ് ലയിച്ചിരിക്കാനായിട്ട് തോന്നി കേട്ടോ ചെയ്യണേ. അപ്പൊ ഇവിടെ ഇപ്പം നടക്കുന്ന ഒരു കോൺവെർസേഷൻ, അവരുടെ കോൺവെർസേഷൻ തന്നെയാണ് നമുക്ക് ചിരി വരുന്നത്. ഓരോ ഡയലോഗ് ഇതിലിപ്പം അപ്പാനി പറയുന്നത് നീ നാളെ കൂടെ ഉള്ളൂ നിന്റെ കളി, ബാക്കി നിന്നെ കാണിച്ചു തരാം എന്നുള്ള രീതിയിൽ നമ്മുടെ അപ്പാനി പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ അനീഷും അത് നീ അല്ല തീരുമാനിക്കുന്നത്. ഉടനെ നമ്മുടെ അപ്പാനി നീ പോടാ മനുഷ്യപ്പറ്റില്ലാത്തവനെ, നീ കുറെ ഉണ്ടാക്കും, നീ മാത്രമല്ലടാ ജനങ്ങളുടെ ഇടയിൽ നിന്ന് വന്നത്. അത് അപ്പാനി ആദ്യം തൊട്ട് പറയുന്നുണ്ട് കേട്ടോ. നീ മാത്രമല്ല ജനങ്ങളുടെ ഇടയിൽ നിന്ന് വന്നത്, ഞങ്ങളും ജനങ്ങളുടെ ഇടയിൽ നിന്നാണ് വന്നത്. അതേപോലെ നിന്റെ കൂടെയല്ല ഞങ്ങൾ വന്നത്, ഞങ്ങളും നീ ഒരുമിച്ച് തന്നെ വന്നതെന്നൊക്കെ നമ്മുടെ അപ്പാനി പറയുന്നുണ്ടോ. അപ്പൊ ഉടനെ നമ്മുടെ അനീഷ് തിരിച്ച് നീ കുറെ ഉണ്ടാക്കും എന്ന് പറഞ്ഞിട്ട് അവര് തമ്മിൽ ഒരു ഫൈറ്റ് നടക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ അപ്പാനി പറയുന്നുണ്ട് നീ നോക്കിക്കോടാ, ഞാൻ തിരിച്ചു വന്ന് ഞാൻ ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ നിന്നെ പുറത്താക്കും ആദ്യം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ തമ്മിൽ ഫൈറ്റ് വീണ്ടും നടക്കുന്നുണ്ട് കേട്ടോ. നിന്നെ കിടത്തി ഉറക്കില്ലെന്നോ അത് രാത്രിത്തെ വരക്കാട്ടോ. വീണ്ടും ഇവര് തമ്മിൽ എപ്പോ നേരിട്ട് കണ്ടാലും രണ്ടുപേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പാനി അങ്ങ് ഫുൾ സ്ട്രെങ്ത് എടുത്തിട്ടാണ്. അതെ, പക്ഷേ അനീഷിന്റെ ഒരു ഡയലോഗ് മതി നമുക്ക് അവിടെ ചിരി വരും കേട്ടോ. അനീഷ് ഇങ്ങനെ എന്ത് പറഞ്ഞാലും ഒരു കൂളായിട്ട് എടുക്കുന്ന ടോണിലാണ് കേട്ടോ പോണത്. കൂളായിട്ട് എടുക്കുന്നതല്ല, കൂളായിട്ട് തിരിച്ച് റിപ്ലൈ കൊടുത്തു. പക്ഷെ നല്ല ചൊറിയ, നല്ല നമുക്ക് പെരുപ്പ് കയറുന്ന ടൈപ്പ് ചൊറിയ. അനീഷിന്റെ തിരിച്ചുള്ള ഒരു ഡയലോഗ് മതി നമ്മൾ അത്രയും പറയുന്ന ഏറട്ടി കലിപ്പ് നമുക്ക് തോന്നാനായിട്ട് കേട്ടോ. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ജയിൽ നോമിനേഷൻ ആണ് കേട്ടോ. ഓരോ പോയിന്റ് കിട്ടിയ 11 പേരിൽ നിന്നാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഓരോ പോയിന്റ് അല്ല, ഒരു പോയിന്റും കിട്ടാത്ത 11 പേര്. കഴിഞ്ഞ തവണ നമുക്ക് പോയിന്റുകളൊന്നും കിട്ടാത്തവരുണ്ട്. ഓരോ പോയിന്റ് കിട്ടിയത് ഒരു പോയിന്റും കിട്ടാത്തവരാണ് 11 പേര്. അവരിൽ നിന്ന് സെലക്ട് ചെയ്യണം. അവരിൽ നിന്നാണ് ഇത്രയും പേരെ ജയിൽ നോമിനേറ്റ് 2 പേരെ സെലക്ട് ചെയ്യേണ്ടത്.
അതിൽ പക്ഷെ വരുന്നുണ്ട് നമുക്ക് ഒരു ഇതില് അനീഷിന് ഡയറക്റ്റ് ഒരാളെ നോമിനേറ്റ് ചെയ്യാനുള്ള ഒരു ക്യാപ്റ്റൻ ആയതുകൊണ്ട് പ്രിവിലേജ് കൊടുക്കുന്നുണ്ട് ബിഗ് ബോസ് ക്യാപ്റ്റൻ ആയതുകൊണ്ട്. അങ്ങനെ കിട്ടിയ അവസരമല്ലേ. തൊട്ടു മുമ്പാണ് അപ്പാനിയായിട്ട് നല്ലൊരു ഫൈറ്റ് നടന്നത്. അപ്പൊ പിന്നെ ആരെയാ നോമിനേറ്റ് ചെയ്യുന്നത് ഊഹിക്കണ്ടല്ലോ. അവിടെ അപ്പാനിയാണ് നോമിനേറ്റ് ചെയ്യാൻ. എന്നിട്ട് അനീഷ് പറയുന്നത് ബിഗ് ബോസ് ഞാൻ അപ്പാനിയാണ് നോമിനേറ്റ് ചെയ്യുന്നത്, അവൻ ജയിലിൽ പോയി കിടക്കട്ടെ, അപ്പൊ എല്ലാവർക്കും സത്യം ഇത് കേൾക്കുമ്പോ ചിരി വരുന്നുണ്ട് കേട്ടോ. എല്ലാരും ചിരിക്കും. പക്ഷെ അപ്പാനിക്ക് ഇത് ഭയങ്കര കലിപ്പായി കേട്ടോ. അത് പിന്നീട് നമുക്കത് മനസ്സിലാവും കേട്ടോ. അപ്പൊ നമ്മൾ ഈ 11 പേരില് സെലക്ട് ചെയ്തത് പറയാം. അത് നെവിൻ ബിൻസിയാണ് സെലക്ട് ചെയ്തേക്കുന്നത്. ഒനിയല് അനുവിനെ, അപ്പാനി ശൈത്യയെ, അനു ശൈത്യയെ നോമിനേറ്റ് ചെയ്ത്, ശൈത്യ അനുവിനെ നോമിനേറ്റ് ചെയ്ത്, അതേപോലെ തന്നെ രഞ്ജിത്ത് അനുവിനെ, നോറ ശൈത്യയാണ് സെലക്ട് ചെയ്തത്. ശൈത്യക്ക് കുറെ നോമിനേഷൻ ഇപ്പൊ കൂടി വരുന്നുണ്ട് കേട്ടോ. എനിക്കൊന്നും ആക്റ്റീവ് അല്ല ആള്, നമുക്കും കാണാം ആക്റ്റീവ് ഒന്നും അല്ല ആള്. വെളിയിൽ നല്ലൊരു ടാസ്ക് കൊടുത്ത് നല്ല രീതിക്ക് അവർക്ക് കളിക്കാന്നേ ഉള്ളൂ. കണ്ടന്റൊക്കെ കൊടുക്കാൻ വേണമെങ്കിൽ വിസയിൽ ഒരു സൈഡിൽ ഒറ്റയ്ക്ക് നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കൂടി സപ്പോർട്ട് ചെയ്യുന്ന നല്ലൊരു കണ്ടന്റ് ഒക്കെ കിട്ടിയാനത്. പിന്നെ അതേപോലെ തന്നെ ശരിക അനുവിനെ, അതേപോലെ ആർജെ രേണുവിനെ, അതേപോലെ രണ ഫാത്തിമ രേണുസുതി ടാസ്ക് ഒന്നും ചെയ്യുന്നില്ല. ചുമ്മാ ഇതേപോലെ എന്തെങ്കിലും ഒരു ഇഷ്യൂ ജസ്റ്റ് ഒരു കണ്ടന്റ് ആയിട്ട് എടുക്കുന്നതല്ലാതെ വേറെ ടാസ്കിലോ ഒന്നിലോ ഒന്നും ആക്റ്റീവ് അല്ല. വലിയൊരു ഉഷാറില്ലാത്ത ഒരു രേണുസുതി സത്യം മറ്റേ ഗോ വിത്ത് ദി ഫ്ലോ എന്ന് പറയാൻ നമുക്ക് എന്താണോ തന്നിലേക്ക് വരുന്നത് അതെടുത്ത് അങ്ങ് പോകുന്നതല്ലാതെ ടാസ്കുമില്ല കാര്യങ്ങളുള്ള കാണിച്ച അതേ കാര്യം തന്നെ അകത്ത് ചെയ്യുന്നു. അല്ലാതെ പ്രത്യേകിച്ചൊന്നും നമുക്ക് ഫീൽ ചെയ്തില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടോ നിങ്ങൾക്ക് കമന്റ്സിലൂടെ പറയാം കേട്ടോ. അതേപോലെ തന്നെ ഗിസേലും അതേപോലെ രേണു സുതിയാണ്, ആര്യൻ നെവിനെ, അതേപോലെ ബിന്നി ഒനിയലിനെ, അക്ബർ അനുവിനെ, അതേപോലെ അഭിലാഷ് അനുവിനെ, അതേപോലെ തന്നെ ഷാനവാസ് ബിൻസിയെ. ഷാനവാസ് ബിൻസിയെ ചെയ്ത നേരത്തെ ആ പ്രശ്നം കൊണ്ടായിരിക്കും അവരുടെ മേലുള്ള ഫൈറ്റ് തന്നെ. പിന്നെ ഷാനവാസ് പറയുന്നത് എന്താന്ന് വെച്ചാല് ബിൻസി മറ്റിവര് ഈ പുറത്ത് കിടന്ന് ഉറങ്ങുന്ന ടാസ്കില് എല്ലാരും ഉറങ്ങാതിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും 2 ദിവസം ഉണ്ടായിരുന്നല്ലോ, പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ 2 ദിവസം ബിൻസി കിടന്ന് ഉറങ്ങുമായിരുന്നു. അതിനാണ് ബിൻസി ചെയ്തത്. കാരണം ബിൻസി ഒരു എഫേർട്ട് കൊടുത്തില്ല, 2 ദിവസവും കിടന്ന് ഉറങ്ങി. കഴിഞ്ഞ ദിവസത്തെ ഇതില് ബിൻസി പറഞ്ഞ ഡയലോഗ് അങ്ങനെയൊന്നും അല്ല. ഞാൻ ആ പുള്ളിക്കാരൻ ഷാനവാസ് ഒരു ഇതും കാണിച്ചില്ല, അവരെ നോക്കി എന്നൊക്കെയാ പറഞ്ഞത്. പക്ഷെ ഷാനവാസ് തിരിച്ചു പറഞ്ഞിട്ട് ബിൻസി അതിനെ എതിർത്തതുമില്ല. അല്ലെ, അത് ഇതിനെ പറ്റിയല്ലോ, അല്ലാതെ പറഞ്ഞ ഫൈറ്റ് ചെയ്തത്, എതിർത്തിട്ടുമില്ല. പിന്നെ അനുവിന് ശരിക്ക് ഇത് വന്നത് നേരത്തെ ഈ ആര്യനുമായിട്ടുള്ള പ്രശ്നം അതാ എല്ലാരും ചെയ്തത്. അതൊക്കെ ഒരു ജയിൽ നോമിനേഷന് വേണ്ടിയിട്ടുള്ള കാര്യമാണെന്ന് എനിക്ക് തോന്നില്ല. സ്ട്രോങ് ആയിട്ടുള്ള റീസൺ ആണ് ആര്യൻ കാണിച്ചത്. അപ്പൊ ആര്യനെ ക്യാപ്റ്റൻസിയിൽ കുറെ പേര് പറയുകയും ചെയ്തു, എന്നിട്ട് അനുവിനെ ജയിൽ നോമിനേഷനിൽ പറയുകയും ചെയ്തു. ഇതാണ് നമുക്ക് അത്ര ഉൾക്കൊള്ളാൻ പറ്റിയില്ല. ഒന്നാമത്തെ കാര്യം അത് അത്ര എന്നാ ഇനിയുള്ളതിൽ എല്ലാത്തിലും അത് കണക്ക് കാണിക്കണം. നമുക്ക് നോക്കാം എങ്ങനെ ആവൂന്ന്. അപ്പം പിന്നെ അപ്പാനി ചെയ്തതും കുഴപ്പമില്ല, നമുക്ക് അക്സെപ്റ്റബിൾ അല്ലേ. അപ്പാനി ചെയ്തത്, അപ്പാനിയും ടാസ്ക് അത്ര ഇതായിട്ടൊന്നുമില്ല. ഈ ബേളം വെക്കുന്ന ഇതേ കാണുന്നുള്ളൂ, കണ്ടന്റേ കാണുന്നുള്ളൂ. അപ്പൊ ഇവർ രണ്ടുപേരുമാണ് സെലക്ട് ചെയ്തത്. അപ്പാനി ശരത്തിനെയും അതേപോലെ നമ്മുടെ അനുവിനെയാണ് സെലക്ട് ചെയ്തേക്കുന്നത്. പക്ഷെ അത് അവർക്കൊരു അനുഗ്രഹമാക്കി അവർ നല്ല അതിനുശേഷം പിന്നെ കോണ്ടന്റ് മൊത്തം അതായിരുന്നു, ജയിലിലെ കോണ്ടന്റ് ആയിരുന്നു വന്നത് മൊത്തം. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് നമ്മുടെ നോമിനേഷനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മുടെ ബിൻസിയും നെവിനും തമ്മിൽ നല്ല രീതിയിൽ ഒരു ഫൈറ്റ് നടക്കുന്നു. നല്ല രീതിയിൽ ഫൈറ്റ് ആയിരുന്നു. കാരണം ഇതിന് കുറച്ച് മുന്നേ എപ്പിസോഡ് തുടങ്ങിയ ടൈമില് ബിൻസി ഇഷ്ടമാണെന്ന് പറഞ്ഞ നെവിൻ പിന്നീട് അങ്ങോട്ട് ചെറപ്പറ അടിയായിരുന്നു കേട്ടോ. ഇതില് ബിൻസി ഓൾറെഡി പറയുന്നുണ്ട്, ബിൻസി എന്ന പേര് പറഞ്ഞിട്ട് നോമിനേറ്റ് ചെയ്യുന്നു, ബിൻസി എന്നെ പറഞ്ഞിട്ടുണ്ടെന്ന്. രാവിലെ കല്യാണം കഴിച്ച് രാത്രി ഡിവോഴ്സ് ആയി. അതെ, അതായത് ബിൻസി എന്നെ പറഞ്ഞുകൊണ്ട് ഞാൻ തിരിച്ച് പറയുന്നെന്ന് പറയാൻ നാണില്ലെന്ന് നമ്മുടെ നെവിന്റെ അടുത്ത് ചോദിക്കുമ്പോൾ നെവിൻ ഇങ്ങനെ പറയുന്നു, കൊണാന്ന് ഓരോന്ന് പറയും. അതേപോലെ ബിൻസി ഇതില് മൊത്തത്തിൽ പറയേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ഒരാളുടെ ഫിസിക്കൽ അപ്പിയറൻസിനെ വെച്ചിട്ട് ഒരു രീതിയിലും കളിയാക്കാൻ പാടില്ല. ശരിക്കും പറഞ്ഞാൽ വളരെ മോശമായിപ്പോയി, വളരെ വളരെ. ഇപ്പം നെവിനും തിരിച്ചു പറയുന്നുണ്ട്, പക്ഷെ എങ്കിൽ പോലും അത് വീട്ടുകാരെ പറയുന്നത്. അതെ, ഇപ്പം എടീന്ന് വിളിച്ചപ്പോ നിന്റെ വീട്ടിലെ നിന്റെ അമ്മയെ പോയി വിളിക്കാന്ന് പറയുന്നുണ്ട്. ഇന്നലെയും ബിൻസി നമ്മുടെ ഷാനവാസിന്റെ അത് ഡയറക്റ്റ് പറഞ്ഞിട്ടില്ല. ഇപ്പൊ ഷാനവാസ് നീ എന്നെ വിളിച്ചപ്പോ നിന്റെ വീട്ടിൽ പോയി പറയുന്നുണ്ട്. അതായത് നിങ്ങളെ വിളിക്കുകയാണെങ്കിൽ തിരിച്ചു വിളിക്കുക,
അത്രേ ഉള്ളൂ. എന്നെ അങ്ങനെ വിളിക്കരുത് എന്ന് ആദ്യം പറയാം. അല്ല നിങ്ങളുടെ വീട്ടിൽ പോയി വിളിക്കാന്ന് പറയുന്നത് എന്തിനാണ്? നമ്മള് വീട്ടിൽ നിന്ന് ആരെയും കൊണ്ടിട്ടല്ലല്ലോ ഇങ്ങോട്ട് വന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മയെ പോയി വിളിക്കുക എന്ന് പറയേണ്ട കാര്യമില്ല. നീ എന്ന് വിളിക്കുന്ന ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് അവിടെ ഇരിക്കുക. പിന്നെ നമ്മുടെ നെവിനും വിളിക്കുന്ന ഇഷ്ടമല്ലെന്ന് പറഞ്ഞിട്ട് വീണ്ടും നീ 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 എടി 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 എന്ന് പറയുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം ആലോചിക്കണം, ഇവിടുന്ന് ബിൻസിയാണ് ഏറ്റവും കൂടുതൽ ആളെ പ്രൊവോക്ക് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ കൺട്രോൾ ആൾക്ക് നല്ല സംസാരിക്കാൻ അറിയാം. നെവിനാണെങ്കിലും ഷാനവാസിനാണെങ്കിലും അധികം സംസാരിച്ച സൗണ്ടും പോകുന്നുണ്ട് അവർക്ക്. പിന്നെ ബിൻസി ഭയങ്കര മോശമായിട്ട് ഇപ്പൊ ആളൊരു നമ്മുടെ നെവിന എന്ന് പറയുന്ന ഒരു ഫാഷൻ കൊറിയോഗ്രാഫറാണ്. അപ്പൊ ആൾക്ക് ആളുടേതായ ഒരു യൂണിക് സ്റ്റൈൽ ആള് കൊണ്ട് നടക്കും എന്ന് കരുതിയിട്ട് ബിൻസി പറയുന്നുണ്ട് ഭയങ്കര കോമാളി പോലെ ഇരിക്കുന്ന, ജോക്കറിനെ പോലെ ഇരിക്കുന്നു. അതെ, അതേപോലെ നീ അപ്പൊ നമ്മുടെ ഈ നവീൻ പറയുന്നുണ്ട് എനിക്ക് ഇൻപെർഫെക്ഷൻസ് ഉണ്ട്, ആള് സമ്മതിക്കുന്നുണ്ട്, ഞാൻ എന്റെ ഇൻപെർഫെക്ഷൻസിനെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ഷാനവാസിന്റെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നങ്ങ് ക്ലാപ്പ് ചെയ്യട്ടോ. നവീൻ പറയുന്നതിനൊക്കെ നല്ല രീതിയിൽ ക്ലാപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ ബിൻസി പറയുന്നുണ്ട് കേട്ടോ, ബിൻസി പറയുന്നുണ്ട് അന്തസ് വേണോടാ അന്തസ്. അപ്പൊ നമ്മുടെ നെവിൻ തിരിച്ചു പറയാ തനിക്ക് ജയിലാണ് ബെസ്റ്റ്. അപ്പോൾ അവിടെ ബിൻസി പറഞ്ഞത് എന്നിട്ട് എന്നെ ജയിലിൽ വിട്ടില്ലല്ലോ, എന്നെ വിട്ടോ, എന്നെ എന്നിട്ട് വിടാൻ എന്ത്? എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ ഇവിടെ ഫാഷൻ കൊറിയോഗ്രാഫർ ആണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കോലൊക്കെ കെട്ടിയിട്ട് പീക്കോളായിട്ടൊന്നും നടക്കുന്നില്ല. അപ്പം നാണില്ലാത്ത കുറെ അവന്മാര് ഇങ്ങനെ നമ്മുടെ ബിൻസി പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നെവിൻ നീ ആരാ നീ ആരാ നീ ആരാ? അപ്പോൾ ബിൻസി തിരിച്ച് നീ ഒക്കെ നിന്റെ വീട്ടിൽ പോയി വിളിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബിൻസി പറയുന്നുണ്ട് നിന്റെ അമ്മയെ പോയി വിളിക്കാം. അപ്പോഴും നമ്മുടെ നെവിൻ നീ എന്തെങ്കിലും പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ ബിൻസി തിരിച്ചു പറയുന്ന ഒരു കാര്യമായിട്ട് നീയൊക്കെ നിന്റെ അമ്മയെ പോയി വിളിക്കണമെന്ന്. അത് വളരെ 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 മോശമായി പോയ ഒരു കാര്യമാണ്. കാരണം അങ്ങനെ വീട്ടുകാരെ പറയേണ്ട കാര്യമില്ല ഇവിടെ. പിന്നെ അതേപോലെ തന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇങ്ങോട്ട് വന്നിട്ട് നീ എന്നെ വിളിക്കുകയാണെങ്കിൽ ഇവരുടെ നെഞ്ചത്തോട്ട് കയറി ചെന്നിട്ട് അത് തൊട്ടടുത്ത് വന്നിട്ട് കൈ ചൂണ്ടി നിന്ന് സംസാരിക്കുന്നതും തെറ്റാണ്. നമ്മുടെ നെവിൻ കൈ ചൂണ്ടിയിട്ട് ബിൻസിയുടെ അടുത്ത് സംസാരിച്ചില്ല, കൈ ചൂണ്ടി ഇങ്ങനെ ഇപ്പൊ എന്തേ കാണാൻ പറ്റാത്ത രീതിയിൽ ഇങ്ങനെ അടുത്തോട്ട് വന്ന് നിന്നിട്ട് പ്രവോക്ക് ചെയ്യുന്നതിന്റെ തുല്യമാണ് അത്. ആ കാണിക്കുന്ന ഗസ്റ്റൊക്കെ വളരെ മോശം തന്നെയായി. അതേപോലെ നമുക്കൊരു ഡിസ്റ്റൻസ് ഉണ്ട്, വഴക്കിടുന്നതാണെങ്കിലും ലേഡീസ്, അതും പരിചയമില്ലാത്ത ഒരു ലേഡീസുമായിട്ട്. അപ്പൊ ആ ഒരു ഡിസ്റ്റൻസ് നെവിനാണെങ്കിൽ ഇടിച്ചു കയറുന്ന ചെല്ലുന്നതാണ് കാര്യം. പിന്നെ അതേപോലെ ഒരാളുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒന്നാമത്തെ കാര്യം അത് അയാളുടെ പ്രൊഫഷൻ ആണ്. പിന്നെ അയാളുടെ ഡ്രസ്സിങ്ങിനെയും ഇതിനെയൊക്കെ വെച്ചിട്ട് വളരെ കോമാളിയാണെന്നും ജോക്കറാണെന്നും ഒക്കെ പറയേണ്ട കാര്യമില്ല. ഇതൊക്കെ നാളെ ലാലേട്ടൻ വരുമ്പോ എന്തായാലും ചോദിക്കേണ്ട കാര്യങ്ങളാണ്. കാരണം ബിൻസി പറയുന്നത് കുഴപ്പമില്ല, കുറച്ച് തന്നെ ഒക്കെ വേണം. അല്ല ഇപ്പൊ പെണ്ണുങ്ങളുടെ കാര്യത്തിൽ ഇപ്പൊ കുറച്ചു പേര് പറഞ്ഞിട്ട് വരും അവളെ ഇത് പറഞ്ഞിട്ടല്ലേ അവള് തിരിച്ചു പറഞ്ഞ, അല്ലെങ്കിൽ ബിൻസി തിരിച്ചു പറഞ്ഞത്, അതെങ്ങനെയാണ് തന്റെ ഇടം കാണിക്കുന്നത്, അങ്ങനെ ആയിരിക്കണം ഒരു പെണ്ണെന്ന് പറഞ്ഞു വരും. ശരിയാണ്, ഈ പെൺപിള്ളേരെന്ന് പറയുമ്പോൾ നമ്മളെന്തെങ്കിലും പറഞ്ഞാൽ നമുക്ക് തിരിച്ചു ചോദിക്കാനുള്ള തന്റെ ഇടം കാര്യങ്ങളൊക്കെ വേണം. പക്ഷേ എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട്. ഇപ്പോ ഒരാൾ ഓപ്പോസിറ്റ് നമ്മുടെ വന്ന് നിന്നിട്ട് നമ്മളോട് മോശമായിട്ട് സംസാരിക്കുമ്പോൾ അതിന്റെ അപ്പുറം തിരിച്ച് സംസാരിക്കുന്നവരാണ് നമ്മളെങ്കിൽ അതും കൈ ചൂണ്ടി ചോദിക്കാൻ നമുക്ക് യോഗ്യതയില്ല. കാരണം അവര് പറയുന്നതിന് തിരിച്ച് നമ്മൾ പറയുമ്പോൾ നമുക്കൊരു വോയിസ് ഉണ്ടാകുന്നത് നമ്മൾ റെസ്പെക്റ്റും മാന്യമായിട്ട് സംസാരിക്കുമ്പോഴേ അത് കിട്ടുള്ളൂ. അല്ലാതെ അതിന്റെ അപ്പുറം തിരിച്ചു പറഞ്ഞിട്ട് നീ ആരാ അത് ചോദിക്കാനെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ട് അത് തന്റെ ഇടമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കുറച്ചൊക്കെ ഒന്ന് ഒരു മര്യാദ നമ്മൾ തിരിച്ചു കൊടുക്കണം, എന്നിട്ട് സംസാരിക്കുക. അപ്പൊ നിങ്ങൾ പറയുന്നത് തെറ്റാണ്. ഇപ്പം നീ എന്ന് വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞിട്ട് സംസാരിച്ചിട്ട് നിന്റെ അമ്മയെ പോയി പറയാ എന്ന് പറയുന്നിടത്ത് ഇപ്പം അതിലെ ഒരു വാല്യൂം ആ ഒരു പോയിന്റിനില്ല. അല്ലെങ്കിൽ നീ തന്നെ വിളിക്കരുത് എന്ന് ഞാൻ പലവട്ടം പറഞ്ഞു, പിന്നെയും വിളിച്ചു കഴിഞ്ഞാൽ ശരിയാവില്ല, ഞാനും തിരിച്ച് പറയും എന്നൊക്കെ പറഞ്ഞാൽ കുഴപ്പമില്ല. അല്ലാതെ നിന്റെ അമ്മയെ പോയി പറ നീ വെറും കോമാളിയാണ് എന്നൊക്കെ പറയുന്നത് ഏകദേശം ഒരു ബോഡി ഷേമിങ് ചെയ്യുന്നതിനൊക്കെ തുല്യമാണ്. അപ്പം ഇതിലപ്പുറം ബിൻസി പറയുന്നുണ്ട്. അപ്പൊ അതും ഒന്ന് ശ്രദ്ധിക്കുക. അല്ലെ ചിലപ്പോൾ കുറച്ചു പേര് പറഞ്ഞിട്ട് വരും ഗേൾസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ പവർ കാണിച്ച് നിൽക്കണം, പറയുന്നതിന് തിരിച്ചു പറയുന്നതാണ് ഒരു മര്യാദയും തനിച്ചിടണമെന്നൊക്കെ പറയുന്നതുകൊണ്ട് ഞാൻ പറയാം എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട്. നമ്മൾ പറയുമ്പോൾ നമുക്ക് തിരിച്ചു പറയാം, അത് നല്ലതാണ്. ഒന്നും കേട്ടോണ്ട് നിൽക്കേണ്ട കാര്യമൊന്നും ആർക്കുമില്ല. പെൺപിള്ളേർക്കാണെങ്കിലും ഇങ്ങോട്ട് പറയുന്ന കേട്ടോണ്ട് നിൽക്കേണ്ട കാര്യമില്ല. പക്ഷെ ഒരു ലിമിറ്റ് വെക്കുക. അപ്പൊ നമ്മുടെ ക്യാപ്റ്റൻസി ടാസ്കിനായിട്ട് 3 പേരെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഷാനവാസും അഭിലാഷും ബിനീനെയാണ് സെലക്ട് ചെയ്തത്. അപ്പൊ നമ്മുടെ ക്യാപ്റ്റൻസി ടാസ്ക് ആണ് കേട്ടോ, പാവക്കൂത്ത് ആണ് ടാസ്കിന്റെ പേര്. അപ്പൊ ടാസ്ക് എങ്ങനെയാന്ന് വെച്ചാൽ ഇവരുടെ തന്നെ ആയിട്ടുള്ള 3 പാവകളും മേളിൽ കെട്ടി തൂക്കിയിട്ടിട്ടുണ്ടാവും. കറങ്ങുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാവും, അതിൽ പിടിച്ചു നിൽക്കണം. എന്നിട്ട് ഇതിങ്ങനെ കറക്കുമ്പോൾ ഈ പാവേനെ ബ്ലൈൻഡ് ഫോൾഡ് ഇട്ടിട്ട് വേണം കേട്ടോ ഇങ്ങനെ അടിച്ച് താഴെ ഇടണം. ഇതിൽ ആരാണോ അവരവരുടെ പാവ തന്നെ അടിച്ച് താഴെ, അത് മുഖോടെ
മുഖത്തോടെ തന്നെ വീഴണം, അല്ല പീസ് വീണിട്ട് കാര്യമില്ല, ഫുള്ള് മുഖമായിട്ട് താഴെ വീഴണം. അതിൽ ആരാണോ ആദ്യം അടിച്ച് പാവേനെ താഴെ ഇടുന്നത്, ആരുടെ പാവയാണോ വീണത് അവർക്കായിരിക്കും ക്യാപ്റ്റൻ ആവുന്നത്. ശ്രദ്ധിക്കുക, നമ്മളിങ്ങനെ ചുമ്മാ പാവ അടിച്ചിടുന്ന കാര്യമല്ല, ഇതില് ആദ്യത്തെ പാവ വീഴുന്ന ആരാണോ ആ ആളാണ് ഈ ആഴ്ചത്തെ, അതായത് അടുത്ത ആഴ്ചത്തെ ക്യാപ്റ്റൻ ആയിട്ട് തെരഞ്ഞെടുക്കുന്നത് കേട്ടോ. അപ്പൊ 3 പേരും വന്ന് നിപ്പുണ്ട്. ആദ്യത്തെ വട്ടം നമ്മൾ ലൈവില് കാണിക്കുന്നുണ്ടായിരുന്നു. ആദ്യത്തെ വട്ടം അനീഷ് തിരിച്ചു കറക്കി നമ്മുടെ ഷാനവാസ് വീഴുന്നുണ്ടായിരുന്നു. പിന്നെ അതിന് കുറെ വീട്ടുകാരുടെ നിന്ന് ചീത്തവിളിയൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് രണ്ടാമത്തെ വട്ടം നമ്മുടെ ഒനിയല വന്നിട്ട് ഈ ഒരു പ്ലാറ്റ്ഫോം കറക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ ഷാനവാസും അഭിലാഷും പിന്നെയും ബ്ലാൻഡ് ഫോർഡൊക്കെ ഇട്ടിട്ട് ഒരു കയ്യിലൊരു സാധനം കൊണ്ട് കണ്ണടച്ച് നിൽക്കുക. അപ്പൊ മേളിലാണ് ഇവരുടെ പാവകൾ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ 3 പേരും ബസർ അടിച്ചപ്പോ നല്ല രീതിയിൽ അടിക്കുന്നുണ്ട്. നമ്മുടെ അഭിലാഷിന്റെ അല്ല, ഷാനവാസിന്റെ പാവയാണ് ആദ്യം തറയിൽ വീണത്. നല്ല രീതിയിൽ അടിച്ചിട്ടുണ്ട്. പുറകെ മറ്റാളുടെയും വീണായിരുന്നു, അഭിലാഷിന്റെ വീണായിരുന്നു. പക്ഷെ ആദ്യം വീണത് ഷാനവാസിന്റെ ആയിരുന്നു. അങ്ങനെ നമ്മുടെ ഷാനവാസ് ആണ് അടുത്ത ആഴ്ചത്തെ ക്യാപ്റ്റൻ ആയിരിക്കുന്നത്. അത് മിക്കവർക്കും ഇഷ്ടപ്പെട്ടാണതില്ല. അക്ബറിനും അനീഷിനും ഒന്നും ഇഷ്ടപ്പെട്ടാണെന്നില്ല ഷാനവാസ്. അത് എനിക്കൊന്ന് ഷാനവാസിന് അനീഷിന് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം അനീഷ് ഷാനവാസിന്റെ അടിയടാ എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ടായിരുന്നു. അതായത് മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇങ്ങനെ നല്ല ഒരു ഉന്മേഷം കൊടുക്കുന്നു. എനിക്ക് തോന്നുന്നേ അനീഷിന്റെ ക്യാപ്റ്റൻസി പൊളിച്ചില്ലേ, ഷാനവാസ് കുറെ ചൊറിഞ്ഞായിരുന്നു. അപ്പൊ തിരിച്ച് പണി കൊടുക്കാൻ വേണ്ടിട്ടായിരിക്കും. അതെ, അപ്പൊ എന്തായാലും നമ്മുടെ ഷാനവാസ് ക്യാപ്റ്റനായി നല്ലായിരുന്നു കേട്ടോ. നന്നായിട്ട് ഗെയിം കളിക്കുന്നുണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. കാരണം പെട്ടെന്ന് തന്നെ ആളടിച്ചിടുന്നുണ്ടായിരുന്നു. അങ്ങനെ ക്യാപ്റ്റനായിട്ട് നമ്മുടെ ഷാനവാസിനെ സെലക്ട് ചെയ്തിരുന്നു. എനിക്കും ഈ ആഴ്ച ക്യാപ്റ്റനായിട്ട് ഷാനവാസ് വരണമെന്ന് തോന്നിയായിരുന്നു. അങ്ങനെ ഗെയിം ഒന്ന് മനസ്സിലാക്കാനായിരുന്നു. ഓൾറെഡി എനിക്ക് തോന്നുന്നു അക്ബറും ഷാനവാസൊക്കെയാണ് മുമ്പിൽ നിൽക്കുന്നത് ഗെയിമിൽ, ആര്യനൊക്കെയാണ്. അപ്പൊ അതിൽ ഷാനവാസിന്റെ ഗെയിം ഒന്ന് അറിയണമായിരുന്നു, ക്യാപ്റ്റൻ ആയി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടെന്ന്. അക്ബറിന്റെ നമുക്ക് ഒരുവിധമൊക്കെ പൊളിക്കാൻ നോക്കും. എന്നാലും എങ്ങനെയാണ് ആളുടെ എപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, എത്ര ദേഷ്യം വന്നാലും ചിരിച്ച് അതാ ഷാനവാസിന്റെ ഗെയിം നമുക്ക് അറിയണം. അക്ബറിന്റെ ക്യാരക്ടർ നമുക്ക് മനസ്സിലാവും, പെട്ടെന്ന് ദേഷ്യം വരികയും ഇച്ചിരി ഇതായിട്ടൊക്കെ ഉള്ള ആളാണ്. പക്ഷെ ഷാനവാസിനെ അങ്ങോട്ട് പിടിയിരുന്നില്ല ആള്. അപ്പൊ നമുക്ക് അറിയാൻ പറ്റും അടുത്ത വട്ടം ഷാനവാസിന്റെ ക്യാരക്ടറും എങ്ങനെയൊക്കെയാ കാര്യങ്ങളും നന്നുള്ളത്. അതെ, അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ജയിലിലേക്ക് പോകാനുള്ളവരാണ്. നമ്മുടെ അനുവും അപ്പാനിയാണ് ജയിലിലേക്ക് പോകാനായിട്ട് സെലക്ട് ചെയ്തത്. അപ്പൊ അനീഷാണ് ചെയ്തത്. ക്യാപ്റ്റൻ ആണല്ലോ അനീഷ്. നാളെ മുറിച്ചു. ഇവർ രണ്ടുപേരും ജയിലിൽ കയറി. ജയിലിൽ വെച്ചിട്ട് ചെറിയ രീതിയിൽ അനീഷ് എന്തോ പറഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പാനെയൊക്കെ വലിയ രീതിയിൽ ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്നു. അനുമോള് ആർട്ടിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് എന്തോ അങ്ങോട്ട് ക്ലിയർ ആയില്ല. അധികം ബിഗ് ബോസ് അത് കാണിച്ചതുമില്ല, എന്താ പറഞ്ഞെന്നുള്ള ക്ലാരിറ്റി ആയിട്ട് കാണിച്ചതുമില്ല. അപ്പം അത് ഭയങ്കര ഒരു സീനൊക്കെ ആയിരുന്നു. അനു ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. ഒരിടയ്ക്ക് തല ഞാൻ അനുവിന്റെ വെളി വരുമെന്ന് കരുതി, അമ്മാതിരി തെള്ളി തല വെളിയിലിട്ട് കരയുന്നുണ്ടായിരുന്നു. അപ്പം അതിനുശേഷം അനീഷിന് ഇതേപോലെ ഇവർക്ക് കൊടുക്കാനുള്ള കഞ്ഞിയും ചമ്മന്തിയും അച്ചാറും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് തന്നെ കഞ്ഞിയും ചമ്മന്തി അച്ചാർ കേൾക്കുമ്പോ തന്നെ എനിക്ക് അനീഷ് അവരുടെ കാര്യം കാരണം ഇവർക്ക് ഫുഡില്ലേ, മറ്റേ എടുത്തതും ഇതുവരെ വന്നിട്ടില്ല. എന്നിട്ട് ഈ അപ്പാനെ ഭയങ്കരമായ രീതിയിൽ അനീഷിനോട് ഷൗട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇന്ന് തൊട്ട് നിന്റെ കൗണ്ട് ഡൗൺ സ്റ്റാർട്ടായി, ഈ കഞ്ഞിയാണേ സത്യം എന്ന് നമ്മുടെ അപ്പാനി പറയുമ്പോൾ അനു പറയുന്നുണ്ട് ഞാനുണ്ട് കൂടെ എന്ന് പറയുന്നുണ്ട്. അതായത് നമ്മുടെ അപ്പാനെ എടുത്ത് പറയുന്നത് ഞാനുണ്ട് കൂടെ എന്ന്. അപ്പൊ അപ്പാനെ പറയുന്നുണ്ട് നീ നോക്കിക്കോ, ഞാൻ പുറത്തിറങ്ങി കഴിഞ്ഞാൽ നിന്നെ ഞാൻ പുറത്താക്കുന്നതായിരിക്കും ആദ്യം ചെയ്യുന്നത്. നമ്മുടെ അനീഷ് തിരിച്ചു പറയുന്നുണ്ട് പല കാര്യത്തിലും ഞാൻ ചോദിക്കുമ്പോ പറഞ്ഞു എന്താന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. അപ്പൊ അപ്പാനി തിരിച്ചു പറയുന്നുണ്ട് ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിക്കാൻ നോക്കുന്നു എന്നൊക്കെ. ഇത് എന്താന്ന് എനിക്ക് മനസ്സിലായില്ല. ആർട്ടിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് എന്തോ ഒന്ന് പുറത്ത് വെച്ച് എന്തോ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മുടെ അക്ബറും എല്ലാരും കൂടെ വന്നിട്ട് അക്ബർ തന്നെ പറഞ്ഞു മൊത്തത്തിൽ ഒരു സ്ത്രീ വിരോധിയാണ് ആള് എന്നുള്ള കാര്യം നമ്മുടെ അക്ബർ പറയുന്നത്. പക്ഷെ അക്ബർ ഇതെങ്ങനെ അറിഞ്ഞേ? മോഹൻലാൽ നമ്മുടെ ലാലേട്ടൻ അത് സ്റ്റേജിലാണല്ലോ പറഞ്ഞത്. അകത്ത് വന്നപ്പോ പറഞ്ഞിട്ടില്ലെങ്കിലും ഈ റിവ്യൂസ് ഒക്കെ കണ്ടിട്ട് നേരത്തെ ആ പ്രഡിക്ഷൻ വരുന്നതൊക്കെ ആണ് നന്നായിട്ട് അരച്ചു കലക്കിയാണ് കേട്ടോ വന്നേക്കുന്നത്. രീതികൾ കാണുമ്പോഴും അറിയാലോ. എന്നാലും ആ കറക്റ്റ് വേർഡ് തന്നെ കിട്ടണമെങ്കിൽ എനിക്ക് തോന്നുന്നു ആള് നല്ല അരച്ചു കലക്കി കുടിച്ചിട്ടാണ്. അതിലുള്ള എല്ലാവരും ഗെയിം കളിക്കാനായിട്ട് അരച്ച് കലക്കി കുടിച്ചിട്ടാണ് വന്നേക്കുന്നത്. കഴിഞ്ഞ ബിഗ് ബോസ് വരെ നമ്മൾ കാണുമ്പോൾ ഈ വന്നവരൊക്കെ പറയും ഞങ്ങൾ ഇതുവരെ ബിഗ് ബോസ് കണ്ടിട്ടില്ല, ഞങ്ങൾ ആദ്യമായിട്ടാണ് കയറുന്നത്. പക്ഷെ ഈ വട്ടം ആരും അത് അങ്ങനെ പറഞ്ഞില്ല. അങ്ങനെ ഏക്കത്തിലൊന്നും മനസ്സിലായില്ല, എല്ലാവർക്കും മനസ്സിലായി. അതുകൊണ്ട് തന്നെ എല്ലാരും അതങ്ങ് വിട്ട് പിടിച്ചു.
അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ജയിലിലെ പണിഷ്മെന്റ് ആണ് കേട്ടോ. പണിഷ്മെന്റ് എന്താന്ന് വെച്ചാൽ ചപ്പാത്തി ഉണ്ടാക്കണം. അത് ചതുരവും ത്രികോണവും വൃത്തത്തിലുമുള്ള ചപ്പാത്തികളാണ് ഉണ്ടാക്കേണ്ടത്. അതിൽ ചതുരം 13 ചപ്പാത്തിയും ത്രികോണം 12 ചപ്പാത്തിയും വൃത്തം 25 ചപ്പാത്തിയാണ് കേട്ടോ വേണ്ടത്. ചപ്പാത്തി ഷേപ്പ് കറക്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ അത് തിരിച്ചയക്കൂന്നാണ് കേട്ടോ പറഞ്ഞത്. അത് അപ്പാനിക്ക് ഗ്യാങ് ഇല്ലെങ്കിൽ കണ്ടന്റ് വരും എന്നുള്ളതിന് ഏക ഒരു തെളിവായിരുന്നു ഈ ജയില്. അത് ജയിലിൽ വെച്ചിട്ട് അനുവായിട്ട് നല്ലൊരു നമ്മുടെ മതിലുകൾക്കപ്പുറമുള്ള ബഷീറിന്റെ ആ ഒരു സീനൊക്കെ നാരായണിയുമായിട്ടോ അങ്ങനെയുള്ള ഒരു അതായത് നമ്മുടെ മമ്മൂട്ടിയും KPS ലളിതമായിട്ടുള്ള അത് നല്ലൊരു സീനാണ്. അതായത് നമ്മുടെ അനു ഇങ്ങനെ ചപ്പാത്തി പരത്തുമ്പോൾ ചോദിക്കുന്നുണ്ട്, ഞാൻ ഈ കായ വറുത്തത് ഇവിടെ എല്ലാവർക്കും കൊടുത്തോട്ടെ. അപ്പൊ ഉടനെ നമ്മുടെ അപ്പാനി പറയുന്നുണ്ട്, നമ്മുടെ പറയുന്നുണ്ട് അതിനെന്താ കൊടുത്തോ, എന്റെയും നാരായണിയുടെയും പേരിൽ കൊടുത്തോ. അപ്പൊ ഉടനെ അനു ചോദിക്കുന്നുണ്ട്, അതിന് ഇവിടെ എന്നെക്കാളും സുന്ദരിമാർ ഒരുപാട് പേരുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു സീൻ അതേ റിക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ നമുക്കത് ആ സീൻ കാണുമ്പോഴും നമുക്ക് പഴയ ആ സിനിമയും അതേപോലെ ആ നോവലും വായിച്ചത് എല്ലാം നമുക്ക് മനസ്സിലോട്ട് ഓടി വരുമ്പോൾ അതൊരു പ്രത്യേക ഒരു രസമായിരുന്നു, ഫീലായിരുന്നു നമുക്കത്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഇവര് നല്ല രീതിയിൽ ചപ്പാത്തിയൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് പരത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പരത്തി കൊണ്ടുപോയി കൊടുത്തിട്ട് ഇവര് ചോദിക്കുന്നുണ്ട് ഞങ്ങൾ പുറത്ത് പോട്ടേന്ന് അനീഷിന്റെ അടുത്ത് പോയി. അനീഷ് പറയണ്ടില്ല, നിങ്ങൾ ജയിലിൽ പോകും, ഞാൻ ഇത് കൊണ്ടുപോയി വെച്ചിട്ട് എന്താണെന്ന് നോക്കാന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കഴിഞ്ഞ് ഇവര് വീണ്ടും ജയിലിൽ പോയി കിടക്കുമ്പോ സെക്കൻഡ് പണിഷ്മെന്റ് ആയിട്ട് വീണ്ടും ഈ വെളിയിൽ ഇറങ്ങി, അതായത് ടോയ്ലറ്റ് ഒക്കെ യൂസ് ചെയ്തു, അകത്തില്ലെന്ന് തോന്നുന്നു കേട്ടോ. ഇവര് പുറത്താണ് വാഷ്റൂം യൂസ് ചെയ്തത്. അതെ, അല്ല വാഷ്റൂം അകത്തില്ലെന്ന് തോന്നുന്നു കേട്ടോ. കഴിഞ്ഞ സീസണിലൊക്കെ അകത്തുണ്ടായിരുന്നു, ഈ വട്ടം അതില്ലെന്ന് തോന്നുന്നു. ഇവര് പുറത്തിറങ്ങി എന്നിട്ട് കിച്ചണിലൊക്കെ പോയി കുറച്ചേരം ഒളിച്ചിരുന്നൊക്കെ കാണിക്കുന്നുണ്ട്. അത് അനീഷ് പറയുന്നുണ്ട് നട്ടപ്പാതിരൊക്കെയുള്ള ചീപ്പ് ഷോ എന്നൊക്കെ പറയുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ തോന്നി അതൊന്നും ആവശ്യമില്ലാത്തൊരു ഷോ. അതെ, രാവിലെ 3:50 ആയപ്പോഴാണ് കേട്ടോ ഇതേപോലെ സ്റ്റോർ റൂമിൽ ബെല്ലടിക്കുന്നു. അനീഷ് പോയി നോക്കിയിട്ട് വരുമ്പോഴത്തേക്ക് ഇവർക്ക് ജയിലിലുള്ളവർക്ക് വീണ്ടും സെക്കൻഡ് പണിഷ്മെന്റ് ആണ്. അതും സെമി ചപ്പാത്തി ഇതേ രീതിയിൽ ചതുരവും ത്രികോണം വൃത്തത്തിലും ചപ്പാത്തി പരത്തണം. ഇത് അനീഷിന്റെ ഡ്രാമയായിട്ട് അവർക്ക് തോന്നിയിട്ടാണോ അത് അവര് ഇനി മുമ്പത്തെ സീസണിലൊന്നും അങ്ങനെ ഇല്ലാത്തോണ്ടായിരിക്കാം അവരങ്ങോട്ട് വിശ്വസിക്കുന്നില്ല, അവരങ്ങ് ഉൾക്കൊള്ളുന്നുമില്ല, ചുമ്മാ അനീഷിനെ എതിർത്തോണ്ടിരിക്കുക. ഞങ്ങൾക്ക് ഉറങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവര് കിടക്ക് തന്നെയാണ്. എന്നിട്ട് പക്ഷെ എനിക്ക് അറിഞ്ഞൂടാ, അതായിരിക്കും അനീഷ് ഡ്രാമ കാണിക്കാന്ന് കരുതി കാണും. കാര്യം മുമ്പ് സീസണിലൊന്നും ഇങ്ങനെ ഇല്ലല്ലോ, രാത്രി രണ്ടാമതും കൊണ്ടുവന്ന് കൊടുക്കുന്നില്ല. ഇനി അനീഷ് കള്ളം പറയാണോ എന്തുവാണെന്ന് കരുതി കേട്ടെ. ജസ്റ്റ് സ്റ്റോർ റൂമിൽ ഇതിനും ബെല്ലടിക്കും, ചിലപ്പോ അതിന് ബെല്ലടിച്ചാന്ന് കരുതി കാണും. അപ്പൊ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഒരു നമ്മുടെ മെയിൻ ബിഗ് ബോസിന്റെ ആ ഒരു ഇന്നത്തെ ഷോയിൽ നടന്നത്. പിന്നെ ഇനിയിപ്പോ ഞങ്ങൾക്ക് പറയാനുള്ള എന്താന്ന് വെച്ചാൽ നാളെ നമ്മുടെ ലാലേട്ടൻ വരുന്ന ദിവസമാണ്. നാളെയും മറ്റന്നാളും വോട്ടിംഗ് ഒക്കെ ഇന്നോടുകൂടി കഴിയും. അപ്പോൾ നിങ്ങളെല്ലാം നല്ല രീതിയിൽ വോട്ട് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സേഫ് ആയിട്ടിരിക്കുന്നവർ. എനിക്ക് നമ്മുടെ മുൻഷി രഞ്ജിത്തോ അല്ലെങ്കിൽ മുൻഷി രഞ്ജിത്തിനെ, പിന്നെ എന്തുവായിരുന്നു ആളുടെ പേരെന്തുവാ, ഷാരികയോ പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷെ മുൻഷി രഞ്ജിത്ത് ആണ് പോവാൻ ചാൻസ് കൂടുതലെന്ന് തോന്നുന്നു. കാരണം ആളുടെ പൊട്ടൻഷ്യൽ ഭയങ്കര കുറവാണ് അവിടെ. അപ്പൊ ആണെന്ന് തോന്നുന്നു. പിന്നെ മോഹൻലാൽ എന്തൊക്കെ പറയണോന്നാ നീ വിചാരിക്കണേ? ലാലേട്ടൻ എന്റെ അടുത്ത് ഈ ഏജ് കാർഡും ഈ വിധവാ കാർഡും സ്ത്രീ കാർഡും അത് ഇറക്കുന്നതിന് നല്ല രീതിക്ക് വെക്കണം. പിന്നെ അതേപോലെ വീട്ടിലുള്ളവരെ വലിച്ചിടുന്നതും പ്രശ്നങ്ങളും, പിന്നെ ഈ ഓവറായിട്ട് ഈ ചൊറിയുന്നതും നിർത്തിക്കുന്ന. അതായത് അനീഷിന് ഗെയിം പോകുന്നത് തെറ്റായിട്ടാണ് പോകുന്നത് എന്നുള്ള ചെറിയൊരു ക്ലൂ എങ്കിലും കൊടുക്കുന്നത് നല്ലതായിരിക്കും. അതായത് ട്രാക്ക് മാറ്റാൻ സമയമായി എന്നുള്ളത്. അതെ, അപ്പാനിക്കും പിന്നെ ഈ ആദ്യത്തെ ആഴ്ച വന്നപ്പോഴേ ഗ്രൂപ്പ് പോലെയാണ് ഇപ്പൊ അപ്പാനി അക്ബറും പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് അക്ബറിന്റെ ഒരു തീരുമാനത്തിനനുസരിച്ചാണ് അപ്പാനി പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് മാറും. ഇപ്പൊ തന്നെ അഭിലാഷിന്റെ ഗെയിം ഒറ്റയ്ക്കായി ഇപ്പൊ മാറിയണ്ടില്ലേ, അതാണ് അപ്പാനി ഗെയിം കണ്ടന്റ് ഒക്കെ കൊടുക്കും. ജയിലിൽ വന്നപ്പോ കണ്ടില്ലേ? അല്ല, ഇപ്പൊ തന്നെ കണ്ടില്ലേ അപ്പാനിയും അക്ബറും ഒരുമിച്ച് നിന്നിട്ട് ഇതിൽ ബെനിഫിറ്റ് കിട്ടുന്നതും ടാസ്ക് ചെയ്ത് മുന്നേറി പോകുന്നതും മൊത്തം നമ്മുടെ അക്ബറാണ്. അക്ബറിന്റെ വേറൊരു ഗെയിം ഉണ്ട്. അക്ബർ ചെയ്യുന്ന എല്ലാം ഈ മുമ്പത്തെ സീസണിലെ അഖിൽമാരാറിനെ പോലെ തന്നെ എല്ലാരും ഇൻപുട്ട് കൊടുക്കുന്നുണ്ട്, പ്രവേശകരിലേക്ക് ഇൻപുട്ട്. കാര്യം ഇന്നലെയും പറഞ്ഞു ഷാനവാസിന് എന്തിനാണ് അകത്തോട്ട് കയറ്റി എന്നുള്ള കാര്യം ഇന്നും വേറെ ആരുടെ. പക്ഷെ അതിലൊരു ഡിഫറന്റ് ആയിട്ടുള്ളത് അഖിൽമാരാറ് ബുദ്ധി ഉപയോഗിച്ചു, അതേപോലെ തന്നെ എല്ലാരോടും ചിരിച്ചു കളിച്ചു, കോമഡി എല്ലാം അതൊരു ബിഗ് ബോസ് മെറ്റീരിയൽ ആയിരുന്നു. പക്ഷെ ഈ അക്ബറിന്റെ കാര്യത്തിൽ വരുമ്പോ ആള് ഗെയിം ചെയ്യുന്നുണ്ട്, ടാസ്ക് ചെയ്യുന്നുണ്ടെങ്കിലും പക്ഷെ നമ്മൾ ഓവറോൾ ആയിട്ട് ആളെ കാണുന്ന സമയത്ത് മൊത്തത്തിൽ ഒരു പുച്ഛഭാവവും. ചില ആൾക്കാരെ ഭയങ്കര പുച്ഛമായിട്ട് കാണിക്കുന്നു, ഇച്ചിരി അരഗന്റ് ആയിട്ടൊക്കെ. ചില ആൾക്കാരല്ല, മിക്കപ്പോഴും ഞാൻ ചിരിച്ചങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ.
അപ്പൊ അതുകൊണ്ട് അക്ബർ പുള്ളിക്കാരന് നെഗറ്റീവ് വരും. വരും, നെഗറ്റീവ് ഉറപ്പായിട്ടും വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ അഭിലാഷ് ഗെയിം മാറ്റിയപ്പോ കണ്ടില്ല, അഭിലാഷിന് ഇപ്പൊ നല്ല രീതിയിലുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ രേണു സുധിയുടെ കാര്യം ചോദിക്കുമെന്ന് ഞങ്ങൾ കരുതുന്നു, ഇല്ലെങ്കിൽ പ്രശ്നമില്ലായിരിക്കും. അപ്പൊ അടുത്ത വട്ടം തൊട്ട് ഗിസയിൽ ഇന്നും പോയി ലൈവില് ആള് മേക്കപ്പ് ഇടുന്നുണ്ടായിരുന്നു കേട്ടോ, ലിപ്സ്റ്റിക് ഒക്കെ ഇടുന്നുണ്ടായിരുന്നു. എന്തിനാണോ എന്തോ. അതേപോലെ തന്നെ നമ്മുടെ ബിന്നിയും ക്രീമൊക്കെ തേക്കുന്നുണ്ടായിരുന്നു. ഇവർക്ക് ഇതൊന്നും പാടില്ലെന്ന് പറഞ്ഞിട്ടും വീണ്ടും അവരത് ചെയ്യുന്നുണ്ട്. പിന്നെ ഡ്രസ്സൊക്കെ കൊടുക്കുകയല്ലേ, കാരണം കളർഫുൾ ആയിട്ട് ഇവരുടെ ഡ്രസ്സിലൊക്കെ വരുമ്പോഴും അവർ മേക്കപ്പ് ഒക്കെ ചെയ്തിരിക്കുമ്പോഴാണ് നമുക്ക് കാണാൻ ഭംഗിയുള്ളത്. ഇങ്ങനെ ഇത്രയിട്ട് ആദ്യത്തെ ആഴ്ചയിൽ ഇത്രയും കിടന്ന് മെന്റൽ പ്രഷർ കൊടുക്കേണ്ട കാര്യമില്ലെന്നാണ് നമുക്കും തോന്നുന്നത്. അതെ, കാണുന്നവർക്ക് ഒരു കണ്ണിന് കുളിർമ വരണമല്ലോ. മെന്റലി ഇവർ എക്സ്പ്ലോർഡ് ആയി കഴിഞ്ഞാല് ഫുൾ ടൈം അടിയായിരിക്കും. അതും ഓർമ്മയില്ലേ കഴിഞ്ഞ വട്ട സീസണിലൊക്കെ ഫുൾ അടിയായാലും ബോറ്. ചിലപ്പോ ഇനിയിപ്പോ ഇതൊരു റിയാലിറ്റി എന്റർടൈൻമെന്റ് ഷോ എന്നുള്ളത് കൊണ്ടായിരിക്കും റിയൽ ആയിട്ട് നടത്തുന്നതെന്ന് അറിയില്ല. അത്ര സെറ്റ് ആവത്തില്ല ബിഗ് ബോസിന്. അതെ, അപ്പൊ ചിലപ്പോ ഈ വട്ടം അത് മോഹൻലാൽ മാറ്റം വരുത്തുമായിരിക്കും കേട്ടോ. ആ ഒരു സംഭവം ലാലേട്ടൻ സംസാരിക്കണം. പിന്നെ നമ്മുടെ ആര്യനോട് കുറച്ചും കൂടെ കെയർഫുൾ ആവാൻ പറഞ്ഞു. ആര്യനെ തന്നെയാ പണി, അല്ലാതെ വേറൊന്നുമില്ല. അപ്പൊ ആര്യനോട് കുറച്ചൊന്ന് ശ്രദ്ധിക്കാൻ പറയുമെന്നും. ഗെയിം കളിക്കാത്തവരൊക്കെ അതെ, നമ്മുടെ സരിക ഒണിയലൊക്കെ കിച്ചണിൽ, ഒണിയല് പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾക്ക് മാത്രമാണ് പുറത്തു വരുന്നത്, കിച്ചണിൽ തന്നെയാണ് ഫുള്ള് നിൽക്കുന്നത്. ആണെങ്കിലും ഇടയൊക്കെ വന്ന സമയത്ത് നല്ല രീതിയിൽ ആള് അനലൈസ് ചെയ്ത് പറയുന്നൊക്കെ ഉണ്ടായിരുന്നു. ആദ്യത്തെ 3 ദിവസം ഭയങ്കര പുലിക്കുട്ടി കണക്കാൻ നിന്നത്, പക്ഷെ ഇപ്പം ആള് ഭയങ്കരമായിട്ട് പോയി. അപ്പൊ അതും കുറച്ചൊന്ന് പറയണമെന്ന് കരുതുന്നുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളത് നമ്മുടെ അനു ഞാൻ വിചാരിച്ച പോലെ അല്ല കേട്ടോ, നല്ല മാറ്റമുണ്ട് കേട്ടോ ആള് ഗെയിം കളിക്കുന്നതില്. അതെ അതെ, ഗെയിം കളിക്കുന്നല്ല. പിന്നെ ഈ മാറിയുന്ന കരച്ചിലൊന്നും നിർത്തിയാൽ കൊള്ളാം, അത് ആളുടെ അങ്ങോട്ടുള്ള ഗെയിമിന് ബാധിക്കും. അപ്പൊ നമുക്ക് നാളെ ലാലേട്ടൻ വന്നിട്ട് എന്തൊക്കെയാ പറയുന്നതെന്ന് കാണാം. അപ്പൊ നാളത്തെ എപ്പിസോഡും നമ്മൾ വെയിറ്റിംഗ് ആണ്, കാരണം ആദ്യത്തെ വീക്കാണ് നമ്മുടെ ലാലേട്ടൻ വരുന്ന ആദ്യത്തെ വീക്കാണ്. എങ്ങനെയാണ് എന്താണെന്ന് അറിയില്ല. അപ്പം പുതിയ മാറ്റങ്ങളൊക്കെ ഉണ്ട്, 7ന്റെ പണിയൊക്കെയാണ്. അപ്പൊ എന്തൊക്കെ ചോദിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. അപ്പൊ നിങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തോ ആയിക്കോട്ടെ കമന്റ്സിലൂടെ അറിയിക്കുക. അപ്പം അടുത്ത ദിവസത്തെ റിവ്യൂ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെയും ബൈ.